പ്രൈസ് ലോർഡ്. എൻ്റെ കഥയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ള ഒരു പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളിൽ കൂടിയാണ് ആ ഒരു സാക്ഷ്യമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല ഈവനിങ് സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഒന്നിച്ച് കടന്നു വരുവാതിക്കൊണ്ടോട് നിങ്ങളെ ഒരുക്കി കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകമായി കർത്താവെ, ഞങ്ങളുടെ നടുവിലേക്ക് അവിടെ നയിച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക അനുഗ്രഹത്തിന് കാരണമായി തീരണം. മുറ്റുമായി സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. പ്രത്യേകമായി കർത്താവ് വിവിധ ഭാഗത്തു നിന്ന് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന സമയം മുതൽ ആശ്വാദ പ്രാർത്ഥന വരെ അവിടുത്തെ കൃപ കൂടിയിരിക്കണം. വൻ കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം. യേശു മൂലധർമ്മയായി ചോദിക്കുന്ന കേൾക്കുമാറണമേ. ആമേൻ. ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് കേരളത്തിലെ വയനാട്ടിൽ നിന്ന് പ്രിയ സിസ്റ്റർ അമൃത അർജുനാണ്. പ്രിയ അമൃത സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് അമൃത. സുഖമായിട്ടിരിക്കുന്നേ? വയനാട്ടിൽ നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത് ഇല്ലയോ? വയനാട്ടിൽ. ഓക്കെ. കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച അർജുൻ പാസ്റ്ററുടെ വൈഫാണ്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നത്. അന്ന് അർജുൻ പാസ്റ്ററുടെ അനുഭവങ്ങൾ നമ്മളെല്ലാം കേട്ടു. വളരെ വ്യത്യസ്തതയുള്ള അനുഭവങ്ങൾ. അന്ന് അർജുൻ പാസ്റ്റർ പറഞ്ഞു, എൻ്റെ വൈഫിന് ഒരു വലിയ സാക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. അന്നേരം തന്നെ നമ്മൾ പറഞ്ഞു, ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി പ്രിയ സിസ്റ്ററെ ഞങ്ങൾ കൊണ്ടുവരുമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുക കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി വന്ന് സാക്ഷ്യങ്ങൾ പറയാനൊക്കെ റെഡി ആയതില്ലേ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ എവിടുന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? അർജുൻ പാസ്റ്ററെ എല്ലാവർക്കും അറിയാം. ആസാദിയുടെ പ്രേക്ഷകർ നല്ലവണ്ണം അർജുൻ പാസ്റ്റർ വീഡിയോ കണ്ടു, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞു, അങ്ങനല്ലേ? അതെ. അപ്പോൾ നമുക്ക് ജനിച്ചു വളർന്ന സ്ഥലം തുടങ്ങാം. അർജുൻ പാസ്റ്റർ പറഞ്ഞു, പക്ഷേ പാസ്റ്റർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു പാസ്റ്റർ ഇവിടെ ജനിച്ചത്. സിസ്റ്റർക്കും അങ്ങനെയാണോ? അല്ല, ഞാൻ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ എന്ന സ്ഥലത്താണ്. പക്ഷെ ഞാനത് എനിക്ക് ഓർമ്മയിലില്ല. പറഞ്ഞതായി കേട്ടിട്ടുണ്ട് ഞാൻ അവിടെയാണ് ജനിച്ചതെന്ന്. പിന്നീട് ഒരു 4 വയസ്സാകുമ്പോൾ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ 4 വയസ്സ് മുതലെന്ന് എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ദിണ്ടുക്കൽ മാവട്ടം എന്ന് പറയും. അവിടെ ഒരു ഗ്രാമത്തിലാണ് വളർന്നത്. അവിടെയാണ് ഒരു 7ാം ക്ലാസ് വരെ പഠിച്ചത്. പിന്നീടാണ് കേരളത്തെ കുറിച്ച് എനിക്ക് അറിയുന്നത്. ഞാൻ ജനിച്ചത് വളർന്നൊക്കെ ഇവിടെ ആയിരിക്കാം, പക്ഷെ എനിക്ക് അറിയുന്നത് 7ാം ക്ലാസ്സിൽ എത്തിയിട്ടാണ് ഞാൻ കേരളത്തിലോട്ട് വരുന്നത്. പിന്നെയും അവിടെ എവിടെ നിന്നാ പഠിച്ചെന്ന് പറഞ്ഞത്? ദിണ്ടിക്കൽ മാവട്ടം സെങ്കട്ടാമ്പട്ടി എന്ന് പറയും. അത് എന്തെങ്കിലും ഒരു ആശ്രമമാണോ അതോ? അല്ല, ഗ്രാമമാണ്. ദിണ്ടിക്കൽ മാവട്ടം എന്ന് വെച്ചാൽ ജില്ലയാ. ഓ ശരി. ജില്ലയില് സെങ്കട്ടാമ്പട്ടി എന്ന് പറയും ആ ഒരു ഗ്രാമത്തിന്. ഓ ശരി. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ആ സമയത്ത് അവിടെയായിരുന്നോ? അല്ല, അവര് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്നവരാ. പ്രത്യേക സാഹചര്യത്തില് ഞങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെയാണ് എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ ഒരു 7 വർഷം 8 വർഷക്കാലം അവിടെ ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ കുറെ അച്ഛനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ചെറിയ പ്രായം മുതലേ പറഞ്ഞു കേട്ടോ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോകേണ്ടി വന്നെന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞു പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞു. ജനിച്ചു വളർന്ന സമയങ്ങളെ, അച്ഛനമ്മയെ കുറിച്ച് എല്ലാം പറയാം. ഓക്കെ മിസ്റ്റർ. ഞാൻ ജനിച്ചത് പറഞ്ഞതുപോലെ പാലക്കാട് ജില്ലയിലാണ്. പിന്നീട് എനിക്ക് ഓർമ്മ കിട്ടിയത് ഞാൻ തമിഴ്നാട് ആ പ്രദേശത്താണ്. അപ്പൊ അവിടെ എങ്ങനെ എത്തിയെന്ന് പറയുകയാണെങ്കിൽ ഇന്നലെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടാവും, നമ്മളെ നാടോടി വിഭാഗത്തിൽപ്പെട്ടവരാണ്, മോഷ്ടിക്കുന്നവരാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു ടീം ആയിരുന്നു എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണ് പോലീസുകാരൊക്കെ ഭയന്നാണ് നമ്മൾ തമിഴ്നാട് പ്രദേശത്തൊക്കെ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഒരു 7ാം ക്ലാസ് പഠിക്കുന്നത് വരെ അവിടെ തന്നെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് യേശുവിനെ കണ്ടുമുട്ടുന്നത് മുതൽ ഞാൻ പറയാം. അതിനു മുമ്പില് എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാണെന്ന്. അതിനു മുമ്പ് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ അച്ഛന് വേണ്ടി ഒരുപാട് ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് അച്ഛന് വേണ്ടി പൂജാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉപവസിക്കുക, അങ്ങനെ പറയുന്ന കാര്യങ്ങളിലൊക്കെ വലിയ മുൻതൂക്കം കൊടുത്ത് ഭയങ്കര ഒരു ഹൈന്ദവ വിഭാഗത്തിൽ നല്ലൊരു ഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ കുറെ ആളുകൾക്ക് ശേഷം ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തില് അച്ഛന് 2 ഭാര്യയാണ്. 2 ഭാര്യ, ചേച്ചിയും അനിയത്തിയും, 2 പേരും വിവാഹം കഴിച്ച അച്ഛന്. അങ്ങനെ അവർക്ക് 2 പേർക്കും കൂടി 8 മക്കളുണ്ട്.
8 പേരില് 5 ആങ്ങളമാരും 3 പെണ്ണുങ്ങളുമാണ് ഞങ്ങളുള്ളത്. എനിക്ക് ഓർമ്മ വന്ന കാലം മുതൽ ഇപ്പോഴാണ് ദൈവത്തെ അറിഞ്ഞ് സമാധാനത്തോട് ജീവിക്കാൻ തന്നെ പറയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി കടന്നുപോയി അങ്ങനെയാണ് തമിഴ്നാട് ദേശത്ത് എത്തുന്നത്. അതിന്റെ പിന്നെ അവിടെയും ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് പിന്നീട് കേരളത്തിലേക്ക് വരുന്നത്. അവിടെ നിന്ന് നടന്ന സംഭവം എന്ന് വെച്ചാല്, അതുപോലെ അച്ഛന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യും. അമ്മയെ 2 അമ്മയുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇവരാണെങ്കിലും ഒരുപാട് അവിടെ അധ്വാനിക്കും. അപ്പോ അങ്ങനെ 2 അമ്മമാരും അച്ഛന് വേണ്ടി എന്ത് പറഞ്ഞാലും, അവിടെ തമിഴ്നാട്ടിനെ കുറിച്ച് അറിയാലോ, പൂജാ കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും അവര് ഏത് സമയം നോക്കൂല, ആ സമയത്ത് കറക്റ്റ് പോയി ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അങ്ങനെ വർഷങ്ങളായി ഞാനത് കണ്ട് 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 ഭയങ്കര ആ ഒരു ഇതിൽ തന്നെ ആയി. ആ ഒരു ഹൈന്ദവ ഭാഗത്തില് ആ ഒരു ഭക്തി തന്നെ എനിക്കും അധികം ഞാനും അതിൽ തന്നെ ആയിരുന്നു. ഭയങ്കര വിശ്വാസമായിരുന്നു. അങ്ങനെ ആയിരിക്കുമ്പോ ഒരു ദിവസം ഇതുപോലെ ദേവദാസന്മാർ 2 പേര് തെരുവീതിയിൽ പരസ്യയോഗം നടത്തുന്നവർ, അതിപ്പോഴാണ് അറിയുന്നവർ പരസ്യയോഗം നടത്തുന്നവരാണെന്ന്. പക്ഷെ നേരത്തെ ഇങ്ങനെ 2 പേര് റോഡ് സൈഡിലിരുന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഒരു ദിവസം വരും, എന്താണ് ഈ പറയുന്നത്, യേശു ഒരു പുതിയ വ്യക്തിനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുത്തെ കുട്ടികൾ കുറച്ചും പേര് ഇത് കാണുവാൻ വേണ്ടി പോകും. അങ്ങനെ പോയി കാണുമ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് യേശു ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ചെറിയ വിശ്വാസമൊക്കെ വന്ന് എവിടെയെങ്കിലും പ്രാർത്ഥിച്ചാൽ അച്ഛനെ വിടുതലാകും എന്നൊക്കെ ഒരു ചിന്തയില് അവിടെ പോയി VBSലൊക്കെ പോവാനിടയായിത്തീർന്നു. അങ്ങനെ അങ്ങനെയാണ് ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. പിന്നീട് ഈ സിറ്റുവേഷൻസ് അനുസരിച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോയി. അന്ന് ചെറുപ്പമായിരുന്നു. അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആരുമില്ല, പറഞ്ഞു തരുവാനും ആരും ഉണ്ടായിരുന്നില്ല ഇതാണ് യഥാർത്ഥ ദൈവമെന്നും. ആ ചെറിയ ഒരു 2-3 മാസ കാലഘട്ടം പോയെന്നല്ലാതെ അധികമായ ദൈവത്തോട് അങ്ങനെ ഒരു ബന്ധമോ അതൊന്നുമില്ല. പക്ഷെ പോകുമ്പോൾ നല്ലൊരു ഇതായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ടി കുറെ VBS ക്ലാസ്സിന് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നേരത്തെ ചെയ്തത്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രയാസത്തിലാണ് കടന്നുപോയത് ഞങ്ങള്. എന്നുവെച്ചാല് 8 പേർക്കും 2 പേര് അമ്മമാര് ഈ പണിക്ക് പോയിട്ടാണ് അധ്വാനിച്ചു കൊണ്ടുവരുന്നതാണ് ഞങ്ങൾക്കുള്ള ആഹാരം എന്ന് പറയുന്നത്. ഒരു ദിവസം അവര് പണിക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് ആഹാരം ഇല്ലായിരുന്നു. ഞങ്ങൾ സ്കൂളൊക്കെ കഴിഞ്ഞ് ഒരു ശബരിമല സീസണൊക്കെ വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്ന് പോകും. അവരോട് ഇങ്ങനെ വഴിയാത്രയിൽ നടന്നു പോകുന്നവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ മേടിച്ച് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സഹോദരികളെല്ലാം ഒരുമിച്ച് പോകും. അവരെ തരും. പിന്നെ അവരെ കൂടെ പോയിട്ട് ഞങ്ങൾ സ്വാമി എന്തെങ്കിലും തരുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ പുറകില് നടക്കും. പുറകിൽ നടക്കുമ്പോൾ കുറെ പേര് തരും, കുറെ പേര് വഴക്ക് പറഞ്ഞിട്ട് പോകും. അതൊക്കെ പിന്നെ ആ രീതിയിലായതുകൊണ്ട് അതൊക്കെ സങ്കടമൊക്കെ സഹോദരന്മാരോടും സഹോദരികളോടും വന്ന് പറയും. എന്നത് ഇവരങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇത് ഇങ്ങനെയാണ് ഒരു വിഷമിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സങ്കടപ്പെടും. എന്നാലും അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ സ്കൂൾ മേഖലയിലൊക്കെ കടന്നു പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ തന്നെ എന്ത് ചെയ്യും, കടകളിലൊക്കെ പോയിട്ട് ആരും കാണാതെ എന്തെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കടകളിൽ ചെന്നിട്ട് അവരറിയാതെ എന്തെങ്കിലും തിന്നാനുള്ളത് മോഷ്ടിച്ചെടുക്കും. നമ്മുടെ അതേ ഒരു ഇതിൽ വന്നത് കൊണ്ട് അത് സ്വഭാവം കിട്ടിയെന്ന് ആയിരിക്കാം. അങ്ങനെ ചെയ്യും. പിന്നെ കഴിച്ചിട്ടിട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ റോഡ് സൈഡിൽ, ആ വേസ്റ്റ് പെറുക്കി തിന്ന കാലഘട്ടമുണ്ട്. അങ്ങനെയാണ് എന്റെ ചെറുപ്പത്തിലെ കാലഘട്ടം പോയത്. പിന്നീട് അവിടുന്ന് ഒരു 7-8 വർഷം കഴിഞ്ഞിട്ട് 7ാം ക്ലാസ് എത്തി മുമ്പോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല. അപ്പൊ അമ്മ 2 അമ്മമാരും എന്താണ് കേരളത്തോട്ട് സമ്പാദിക്കാൻ വേണ്ടി വന്നു. അവർക്ക് അവിടെ ജോലി കാര്യങ്ങളൊന്നുമില്ല. അച്ഛനെ കാണാൻ ഒരു പ്രാവശ്യം കാണാൻ പോണെങ്കിൽ ഒരുപാട് പൈസ വേണം. ഇന്നത്തേക്കൊരു 18 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോ അങ്ങനെ പോകുമ്പോ ഞങ്ങൾ ഒറ്റൊരു കുടുംബം മാത്രമേ തമിഴ്നാട്ടിലായിട്ടുള്ളൂ. അങ്ങനെ കേരളത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ വന്നിട്ട് ഞങ്ങളെ അമ്മയച്ഛനൊക്കെ ഞങ്ങൾ അവിടെ തന്നെ, അമ്മയൊക്കെ ഞങ്ങളെ തമിഴ്നാട്ടിൽ തന്നെ വിട്ടിട്ട് ഇവര് മാത്രം കേരളത്തേക്ക് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അമ്മ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. ഈ അമ്മയും കൂടി ഇല്ലാത്ത സാഹചര്യം വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ചെറിയമ്മയുടെ അച്ഛന്റെ ഭാര്യമാരുടെ കൂട്ടത്തിലൊക്കെ ആയിട്ട് പോവുക. അങ്ങനെ അവരടുത്ത് നമുക്ക് ചോദിക്കാനും പറ്റില്ല, ചോദിച്ചാലും തല്ലായിരിക്കും, അടിയായിരിക്കും, വഴക്കായിരിക്കും. അങ്ങനെ ഭയങ്കര സിറ്റുവേഷൻ കൂടി, ഭയങ്കര കഷ്ടപ്പാടിൽ കൂടി കടന്നുപോയി. ഞങ്ങൾ ആ പ്രായത്തിൽ തന്നെ അവിടെ തമിഴ്നാട്ടിലൊക്കെ പൂ പറിക്കാന്ന് പറയും. ഇങ്ങനെ ഈ പൂ എടുക്കാനൊക്കെ 1 രൂപയ്ക്ക് വേണ്ടി പോകും. പക്ഷെ അവിടെയാണെങ്കിൽ പൈസ തരില്ല.
അങ്ങനെ ഒരുപാട് ദുഃഖകരമായ ഒരു അവസ്ഥയിൽ കൂടി ഞങ്ങൾ തമിഴ്നാട് ദേശത്തായിരുന്നപ്പോ കഴിഞ്ഞുകൂടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് എല്ലാവരും ഫുള്ള് ഫാമിലി മൊത്തം വീടൊക്കെ ഉപേക്ഷിച്ചിട്ട്, വിറ്റിട്ടൊന്നുമില്ല, ഇന്നും അവിടെ ഉണ്ട് വീട്, ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ വന്നിട്ടാണ് യഥാർത്ഥമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. അവിടെ തമിഴ്നാട്ടിലാണെങ്കിൽ ഒരു വീടെങ്കിലും ഉണ്ടായിരുന്നു താമസിക്കാന്. കേരളത്തിൽ വന്നിട്ട് നമുക്ക് അതുപോലുമില്ല. റോഡ് സൈഡിൽ അച്ഛന്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ റോഡ് സൈഡിൽ കിടക്കുക. ഇന്നലെ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നാടോടികളായി ജീവിക്കുന്ന ഒരു ഇതിലായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിച്ചാണെങ്കിൽ എനിക്ക് പഠിക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പഠിക്കുവാനോ അല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ഇതുപോലെ തന്നെ 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ പിന്നെയും അച്ഛന് കേസുകെട്ടിലകപ്പെട്ട് വർഷങ്ങളോളം അമ്മയും ഞങ്ങളുടെ എട്ട് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ, 8 പേരും ഞങ്ങളും 2 അമ്മമാരുമാണ്. എവിടെയെല്ലാം കിടക്കണോ, എവിടെയെല്ലാം പോകണോ, ആരടുത്തുനിന്ന് ചോദിക്കണം എന്നൊന്നും അറിയാതെ അവർക്ക് കിട്ടുന്ന ജോലി ചെയ്ത് ഇങ്ങനെയാണ് ഞങ്ങളുടെ സാഹചര്യങ്ങൾ മുമ്പോട്ട് പോയത്. അങ്ങനെയാണ് പല ദേശത്ത് ഞാൻ ഇപ്പൊ 10 വരെ പഠിച്ചിട്ടുണ്ട്. ഈ 10 തന്നെ ഞാൻ 4 സ്കൂളിലെങ്ങാനും പഠിച്ചു, 4 സ്കൂളായിട്ട് മാറി പഠിച്ചതാ. പഠിക്കണം എന്ന് ഒറ്റൊരു താല്പര്യത്തിൽ അച്ഛന് എവിടെ പോയാലും സ്കൂളിൽ ചേർക്കും. സ്കൂളിൽ ചേർത്ത് അവർക്കൊരു വിദ്യാഭ്യാസം വേണമെന്ന് അച്ഛനൊരു തോട്ട് ഉണ്ടായത് കൊണ്ട് അങ്ങനെ കൊണ്ടുപോയി ചേർക്കും. അങ്ങനെ ഞങ്ങള് 8 പേരും പഠിച്ചിട്ടുണ്ട്. പക്ഷെ വലിയ വിദ്യാഭ്യാസം എന്ന് പറയാനില്ല. ദൈവകൃപയാൽ എനിക്ക് മാത്രമേ ഒരു 10 വരെ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ കേരളത്തിൽ വന്നതിന് ശേഷം അങ്ങനത്തെ സാഹചര്യം പ്രത്യേക ഈ ഒരു അനുഭവത്തിലായിരുന്നു. ഇപ്പോഴും എന്ന് പറയുമ്പോൾ അങ്ങനെ ഞങ്ങള് എന്റെ ഈ തമിഴ്നാട് കഴിഞ്ഞ് കുറെ ജില്ലകളിൽ പാർത്തു. വാടക റൂമിലും അതുപോലെ റോഡ് സൈഡിലും ഇങ്ങനെ കുറെ പാർത്തതിന് ശേഷം ഈ കാസർഗോഡ് ജില്ലയിൽ കടന്നു വന്നു. അവിടെ വന്നിട്ട് ഒരു 5 വർഷങ്ങാനും താമസിച്ചു. ഈ 5-ാമത്തെ വർഷത്തിൽ ആണ് ഞാൻ 10ാം ക്ലാസ് അവിടെ പഠിക്കുന്നത്. വയനാട് ജില്ലയിൽ കടന്നു വന്ന് ഇവിടെ ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഹസ്ബൻഡിനെ കാണുന്നത്. ഇവിടെയും വന്ന് എനിക്ക് പഠിക്കണം എന്നൊരു താല്പര്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി കാസർഗോഡ് ജില്ലയിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് TC കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്ന് പിന്നെയും ഇവിടെ ഞാൻ 10ൽ ചേർന്നു. അങ്ങനെ പഠിച്ചു. 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കാണുവാൻ വരുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് 2013. അതിനു മുമ്പ് തന്നെ ഞാൻ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഈ വയനാട് ജില്ലയിൽ അതിനുമുമ്പ് കാസർഗോഡ് ആയിരുന്നപ്പോ തന്നെ കുറെ ദേവദാസന്മാർ ഇങ്ങനെ സുവിശേഷം പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചർച്ചിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥമായ രക്ഷ വന്നിട്ടേ ഇല്ല. ആരാധനയ്ക്ക് പോകും, അവിടുത്തെ BJP-കാര് ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ ആരാധനയ്ക്ക് പോയാൽ, പ്രാർത്ഥനയ്ക്ക് പോയാൽ കയ്യും കാലും തല്ലി ഒടിക്കും, നിങ്ങൾ ഇവിടെ നിർത്തൂല എന്നൊക്കെ പറയുമ്പോ പേടിയാ. എല്ലാ സമയം ഇങ്ങനെ ഓടി ഓടി എത്തിപ്പെട്ടതാണ് ഈ കാസർഗോഡ് ജില്ല. ഇവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു കാരണം പറഞ്ഞ് നമ്മൾ പുറത്തു പോകാൻ പറ്റത്തില്ല. എന്റെ കുടുംബമായി പിന്മാറിപ്പോയി അമ്പലങ്ങളിൽ പോകുക, അങ്ങനെ കുറെ കാര്യങ്ങള്. ഹൈന്ദവ വിഭാഗത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ആചാര അനുഷ്ഠാനങ്ങളെ സ്വീകരിക്കാന് ഇതുപോലെ ഒരുത്തരുണ്ടാവില്ലെന്ന് തന്നെ പറയാം. അതുപോലൊരു കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ടു. പിന്നെ അവിടുന്ന് ഈ വയനാട് ജില്ലയിൽ കടന്നു വന്നതിന് ശേഷം ഒന്നും കൂടി ഈ അവിടെ മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് വയനാട്ടില്. ഇവിടെ വന്നതിന് ശേഷം അമ്മ ഒരു ദിവസം പണിക്ക് പോയിരുന്നു ആക്രി സാധനം എടുക്കുവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പോകുമ്പോൾ അമ്മയ്ക്ക് നല്ല തലവേദനയായിരുന്നു. ഈ തലവേദന സമയത്ത് ഇങ്ങനെ ആ വീടുകൾ കൂടി കടന്നു പോകുമ്പോൾ അവിടുന്ന് ഒരു ആരാധന, മേപ്പേരിക്കെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആരാധന, ലേഡീസ് മീറ്റിംഗ് ആയിരുന്നു അന്ന് കുറച്ച് സഹോദരിമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അമ്മയ്ക്ക് വല്ലാത്ത തലവേദനയായിട്ട് എന്തായാലും നേരത്തെ ഒരു പ്രാർത്ഥിച്ച അനുഭവത്തിൽ യേശു ഉണ്ടെന്നറിയാം, പക്ഷെ യഥാർത്ഥമായ രക്ഷയിൽ വരാത്തത് കൊണ്ട് പിന്നീട് അവര് ചർച്ചിലൊന്നും പോയിട്ടില്ല. അപ്പൊ അന്ന് പ്രാർത്ഥന കേട്ടിട്ട് പ്രാർത്ഥിച്ചാലെങ്കിലും മാറുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ടും പോയി, ആരാധനയ്ക്ക് പോയി. അവിടുത്തെ ആന്റിമാരെയൊക്കെ സുവിശേഷം പറഞ്ഞ് അങ്ങനെയാണ് യഥാർത്ഥമായി യേശുവിനെ കുറച്ച് സ്വീകരിക്കാൻ തുടങ്ങിയത് കുടുംബം. അപ്പോ ഈ ഇങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് ഞങ്ങൾ കടന്നുപോയത്. അങ്ങനെയാണ് യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ട് കുറച്ച് ദേവദാസിമാരൊക്കെ ഭവനത്തിൽ വരികയും വീട് വിസിറ്റിങ്ങിനൊക്കെ കടന്നു വന്നു. ഞങ്ങളോട് രക്ഷയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ യേശു ഒരു ദൈവമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നത്. പക്ഷെ യഥാർത്ഥമായി ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ സ്നാനപ്പെട്ടു.
കാരണം വെച്ചാല് എല്ലാവരും കുടുംബത്തിൽ എല്ലാവരും സ്നാനപ്പെടുന്നു. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് മാത്രം പിടിച്ചെങ്കാൻ പറ്റത്തില്ല. എല്ലാവരും ഫോഴ്സ് ചെയ്തപ്പോ നമ്മൾ അതിലേക്ക് പോയി, സ്നാനപ്പെട്ടു. അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും സ്നാനപ്പെട്ടു. പിന്നീടാണ് സ്നാനപ്പെട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹാലോചന വരുന്നത്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. അപ്പോ 2013 അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചിന്തിച്ച കാര്യങ്ങളെ അല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഒരു കഷ്ടപ്പാടിലും പ്രത്യേക ഒരു ഇതിൽ കടന്നു പോയവരാണ്. എങ്കിലും അപ്പോഴൊക്കെ ഞങ്ങൾ പണിക്കൊന്നും പറഞ്ഞയച്ചിട്ടില്ല. ഇത്ര കഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പണിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല. പോകേണ്ട സാധ്യത വന്നിട്ടില്ല. അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരാളെ കാണുമ്പോൾ നമുക്കൊരു ഡ്രീം ഉണ്ടാവല്ലോ. അങ്ങനെ കുറെ ആഗ്രഹിച്ചു, ഇങ്ങനെ ആയിരിക്കണം, ഇതുപോലെ ആയിരിക്കണം എന്നൊക്കെ. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുമെന്നാണ് ഒരു പ്രതീക്ഷയിൽ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചൊരു 10ാം ക്ലാസ്സിന്റെ എക്സാം ആയിരുന്നു, മാർച്ച് മാസത്തിന്റെ ഫൈനൽ എക്സാമിലാണ്. എക്സാമിന് 20 ദിവസം ഉള്ളപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് എക്സാം ഒക്കെ എഴുതാൻ സമ്മതിച്ചു. എക്സാം ഒക്കെ എഴുതി. പിന്നെയും പഠിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. പിന്നീട് പഠിക്കേണ്ട ഒരു ഹസ്ബൻഡ് പഠിക്കാൻ സമ്മതിച്ചു. പക്ഷെ വീട്ടുകാര് അതിനൊന്നും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇതായതല്ലാത്തതുകൊണ്ട് പഠിച്ചില്ല, നിർത്തി ഞാൻ അവിടെ വെച്ച്. ഇനി ഇത്രയും വലിയ പ്രശ്നത്തിൽ കൂടി പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ എന്റെ ഡ്രീമൊക്കെ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. പിന്നീട് കല്യാണം കഴിഞ്ഞ 2 മാസത്തിൽ തന്നെ ഇന്നലെ ഹസ്ബൻഡ് പറഞ്ഞതുപോലെ തന്നെ നാടോടിയായി ജീവിക്കാൻ പിന്നെയും തെരുവുകളിലേക്ക് ഞങ്ങൾ ഇറങ്ങി പോകേണ്ടി വന്നു. ഹസ്ബൻഡിന്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളില് എറണാകുളത്ത് പിന്നെ കുറെ ജില്ലകളിൽ, കല്യാണത്തിന് ശേഷം ഞാൻ ഇത്രയും വലിയ ജില്ലകളെ കാണാൻ ഇടയായിത്തീരുന്നത്. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ കടന്നുപോയി. റോഡ് സൈഡിൽ കിടന്നിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ അതുവരെ ചെയ്തിട്ടില്ല എന്നല്ല, അതിനു മുമ്പ് ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലെ പെറുക്കുവാനൊക്കെ, അറിയാതെ സാധനങ്ങൾ മോഷ്ടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പഠിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഞാൻ പോയിട്ടില്ല, ചെറുപ്പത്തില് പോയിട്ടുണ്ട്. അതിന് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഹസ്ബൻഡിന്റെ കൂടെ ചേർന്ന് പറഞ്ഞതുപോലെ തന്നെ നാടോടികളായിട്ട് ഞങ്ങൾ ജീവിച്ചൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങള് പോയി കിടക്കേണ്ട സ്ഥലം, ഇന്ന സ്ഥലത്താണ് കിടക്കണം, അങ്ങനെയാണ് നമുക്കൊരു ആ ഒരു സ്വപ്നത്തിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിരുന്നു എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അങ്ങനെ ഒരുപാട് കഷ്ടങ്ങൾ, വേദനകളൊക്കെ ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം പറഞ്ഞ പോലെ നാടോടികളായി തന്നെ വീണ്ടും എക്സാമിനൊക്കെ 2 മാസം കഴിഞ്ഞപ്പോ തന്നെ എക്സാം എഴുതി ആ കൈയോടെ തന്നെ എറണാകുളത്ത് ആ ഭാഗത്തേക്ക് എന്നെ പെറുക്കുവാനായി, അതായത് മോഷ്ടിക്കുവാനായി കൊണ്ടുപോയി. എനിക്ക് വലിയ രീതിയിലൊന്നും അത് അറിയില്ല, എങ്കിലും അവിടെ പോയതിനു ശേഷം എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു ഇതിലായപ്പോ മനസ്സിനകത്ത് ഒരു സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെയും പോകേണ്ടി വന്നതില്ലേ? അതെ. പിന്നെ ഞാൻ അത് മുമ്പ് പോയിട്ടില്ല, ചെറുപ്പത്തിലായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മയുടെ കൂടെ ഒക്കെ പോയി എന്നല്ലാതെ എനിക്ക് അതിനോട് താല്പര്യമില്ല. പക്ഷെ എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ വലുതായിട്ട് ഞങ്ങളുടെ പ്രത്യേകിച്ച് കുടുംബക്കാരിൽ അങ്ങനെ വലുതായിട്ട് പഠിച്ചതായിട്ട് എന്റെ ഓർമ്മയിലില്ല. അപ്പൊ ഞാൻ എന്റെ ഫാമിലിയിൽ 8 പേരുണ്ട്, സഹോദരങ്ങളും സഹോദരിയായിട്ട്. അപ്പൊ ഇതിൽ നിന്നല്ല, നമുക്ക് എങ്ങനെയെങ്കിലും പഠിക്കണം. അപ്പൊ അച്ഛന് അതേ ഒരു തോട്ട് ഉണ്ടായിരുന്നു, മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും എങ്ങനെ ഈ മോഷ്ടിക്കുന്നത് ഇതൊക്കെ മക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ അവര് നല്ല രീതിയിൽ പോകണം എന്നൊരാഗ്രഹം അച്ഛനും അമ്മ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നല്ല കാര്യങ്ങൾ നടന്നത് അവിടെ. അതിന് പുറകിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. എങ്കിലോ പിന്നെ വിവാഹത്തിന് ശേഷമാണെങ്കിലോ പിന്നീടും അതുപോലെ പഠിക്കാൻ കഴിഞ്ഞില്ല. പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. കാര്യം ഹസ്ബൻഡ് അതിന് സമ്മതിച്ചു, കുടുംബക്കാർ അതിനൊന്നും ഒരു സപ്പോർട്ട് അല്ലായിരുന്നു. നമുക്കൊരു പഠനം എന്ന് പറയുന്ന ഒരു ബാക്ക് ബോൺ ഇല്ലാതെ നമുക്ക് ഒരിക്കലും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷൻ വന്നത് കൊണ്ട് ഞാൻ തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി വേണ്ട, നമ്മൾ ഇത്രയും പ്രശ്നത്തിന് മധ്യത്തിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, വേറെ ഫോം വഴി എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ ഒരു ധാരണയിലായിരുന്നു ഞാൻ. പിന്നീട് എനിക്ക് ഈ പഴയ ചെറുപ്പത്തിലായിരുന്ന ആ ഒരു സിറ്റുവേഷൻ കടന്നു പോകേണ്ടി വന്നു. അങ്ങനെയാണ് 2 മാസം വെക്കേഷൻ ടൈമില് എറണാകുളത്ത് പിറവെന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുപോയത്. അവിടെ ഞങ്ങളുടെ ഫാമിലിയിൽ, കമ്മ്യൂണിറ്റിയിലായിരിക്കുന്ന ഒരുപാട് പേര്, ഞാൻ പുതിയ മുഖങ്ങളെ
കാണുവാനിടയായിത്തീർന്നു. അവരെ കൂടെ ചേർന്ന് അവര് ചെയ്യുന്ന അതേ തൊഴിലിലേക്ക് ഞാനും അങ്ങോട്ട് തന്നെ പോയി. അതിന് പോയതിനു ശേഷം ഒരിക്കലും അതിന് പോയിട്ട് അഹ് അറിയില്ല എന്ന് പറയുന്ന ഒരു മെത്തേഡ് അവിടെ ഇല്ല. എല്ലാവരും അത് പഠിക്കാം. ചില ഒരാൾ പോകുന്ന കൂട്ടത്തിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതിന് പൈസ എന്ന് പറയുമ്പോൾ തന്നെ അവരെക്കാൾ നമുക്ക് ഉണ്ടാക്കണം എന്നൊരു ഇതായിരിക്കുമല്ലോ. അപ്പൊ പോകുമ്പോ തീർച്ചയായിട്ടും അത് പഠിക്കും അവര്. അങ്ങനെയാണ് ആ കാര്യങ്ങൾ അധികമായിട്ട് ഒന്നും കൂടി പഠിച്ചെടുക്കാനും മോഷ്ടിക്കുന്ന കാര്യത്തിൽ അധികവും നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതിനൊക്കെ കാരണമായി തീരുന്നു ആ ഒരു ജീവിതം. പക്ഷെ ഹൃദയത്തിൽ ഭയങ്കര വേദനയായിരുന്നു. ഇങ്ങനെയൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ജീവിത രീതിയല്ല അത്. പറഞ്ഞിട്ടുണ്ട്, നാടോടികളായി ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഏത് പോലീസ് കാര്യം ഒന്ന് അച്ഛനെ കൊണ്ടുപോയാലോ അവിടെയല്ല അച്ഛൻ ഓരോ സ്ഥലങ്ങളിൽ സ്വന്തം വീട് വാങ്ങി അവിടെയൊക്കെ ഞങ്ങൾ സേഫ് ചെയ്തിട്ടാണ് പിന്നത്തെ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഞങ്ങളെ ഒരിക്കലും വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ റോഡ് സൈഡിലാക്കിയിട്ട് ഇന്ന് വരെ അച്ഛൻ ഒരുപാട് പ്രാവശ്യം 5 വർഷം 3 വർഷം 4 വർഷം എന്റെ അനുഭവത്തിൽ തന്നെ ഒരുപാട് ജയിലിൽ അകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ റോഡ് സൈഡിലോ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങനെ ആക്കി പോയിട്ടില്ല. വീടുകളിൽ സേഫ് ആക്കിയതിനു ശേഷമാണ് പോയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു വരുമ്പോ ഇവിടെ ഒരു കുടുംബ ജീവിതത്തിൽ കടന്നു പോയതിനു ശേഷം വീടുണ്ട്, എല്ലാം ഉണ്ട്, എങ്കിലും നമ്മൾ റോഡ് സൈഡിലാ എന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു, പ്രയാസമായിരുന്നു. പക്ഷെ നമുക്ക് പുറത്ത് പറയുവാനോ അങ്ങനത്തെ ഒരു ഫ്രീഡം ഇല്ല. ഹസ്ബൻഡായി നമ്മുടെ കമ്മ്യൂണിറ്റി വെച്ചാൽ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവിടെ കീഴിലാണ്, അവർ പറയുന്നതാണ് കാര്യങ്ങൾ, അങ്ങനെ ആയിരിക്കും. എല്ലാ കമ്മ്യൂണിറ്റിയിലും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രത്യേകിച്ച് നമ്മള് സ്ത്രീകൾ ഒരു അടിമത്തലത്തിലാണെന്ന് ആണെങ്കിൽ തന്നെ പറയാം. അങ്ങനെ പോകുമ്പോൾ സ്ത്രീകളാണ് അധികം സമ്പാദിക്കുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോയിട്ട്. ഇവര് ജെൻസ് അങ്ങനെ പോകാറില്ല. ഇവര് പണിക്ക് പോകുക, ജെൻസ് ഇങ്ങനെ വീട്ടിൽ തന്നെ മക്കളെ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വേട്ടയാടുക, അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുക, വൈകുന്നേരം അവര് വരുന്നത് നോക്കിയിരിക്കുക. പിന്നെ എന്താണ് സാധനങ്ങളൊക്കെ ആക്രി സാധനങ്ങളൊക്കെ തൂക്കി കഴിഞ്ഞാൽ അതിന്റെ ബില്ല് മേടിക്കുക, പൈസ മേടിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവര് അധികം ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയാ. ഒരുപാട് പേരിന്ന് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ജീവിതത്തിൽ വരുമ്പോൾ അത് വലിയൊരു നമുക്ക് തകർച്ച തന്നെയല്ലേ. അപ്പൊ അങ്ങനെ ഒരു കഷ്ടം ഉണ്ടായിരുന്നു. എങ്കിലും ഹസ്ബൻഡിന്റെ സ്നേഹം എവിടെ പോയാലും നല്ല സ്നേഹിക്കുന്ന ഒരാളായത് കൊണ്ട് എവിടെ ഏത് പാതാളത്തിലാണെങ്കിൽ നമുക്ക് പറയാലോ ഏത് പാതാളത്തിൽ പോയാലും ഞാൻ അവിടെയുണ്ട് എന്നൊരു രീതിയിലായി. എങ്കിലും എത്ര സ്നേഹിക്കും അത്രമാത്രം തല്ലുണ്ടാവും, അത്രമാത്രം ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. റോഡാണെന്ന് നോക്കൂല, കടവീതിയാണെന്ന് നോക്കൂല, എവിടെ വെച്ച് ദേഷ്യം വരുന്നു അവിടെ തല്ലും, പൊരിഞ്ഞ തല്ലായിരിക്കും. അത്ര വലിയ ദേഷ്യക്കാരനായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ സ്നേഹിക്കും കരുതുകയും ചെയ്യും. അതിന്റെ ഒരു അനുഭവം എന്ന് വെച്ചാല് ഞങ്ങള് ഇത് പിറവം ആ ഭാഗത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ റോഡ് സൈഡുകളിൽ താമസിച്ചപ്പോ മഴയായിരുന്നാലും വെയിലായിരുന്നാലും ഏത് കടത്തിന്റെ കിട്ടുമോ അവിടെ ആണെന്നില്ല പെണ്ണെന്നില്ല മക്കളാണെങ്കിലും അവിടെ കിടക്കും. രാത്രിയിലാണെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രത്യേകിച്ച് പീഡനത്തിന്റെ അതിക്രൂരമായ ഒരു സ്ഥലം തന്നെ വേണം പറയാം. ഈ കാലഘട്ടത്തിൽ നടന്നു വരുന്ന കാര്യമാണ്. അപ്പോ എവിടെ സ്ത്രീകളെ കണ്ടാലും പ്രത്യേകിച്ച് നാടോടികളെ കണ്ടാല് അവരെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പറഞ്ഞ് കൈ കയറി പിടിക്കുക, കാല് കയറി പിടിക്കുക, കിടക്കുന്ന സ്ഥലത്ത് വരിക, ഇതൊക്കെ ഒരു സ്ഥിരവും നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അങ്ങനെ രാത്രികളിൽ ആൾക്കാർ ഇങ്ങനെ വരുമ്പോ നമ്മളെ അതുപോലെ കരുതുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ആണുങ്ങളായിരുന്നു ഇവര്. നമ്മുടെ എന്റെ ഭർത്താവൊക്കെ എന്ന് വെച്ചാല് അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരാനും നമ്മളെ ഒന്ന് സ്പർശിക്കാനൊക്കെ അവർ ആഗ്രഹിച്ച് വരുമ്പോ ഇവര് രാത്രി മുഴുവനും ഉറങ്ങാതിരുന്ന് നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എത്രമാത്രം ക്രൂരത ഉണ്ടായിരുന്നു അത്രമാത്രം കരുതൽ അവർക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അങ്ങനെ നമുക്ക് ഈ ഒരുപാട് ആളുകളിൽ നിന്നുള്ള അവഗണന, പരിഹാസം, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ ഈ പുറത്താനൊക്കെ പോകുമ്പോൾ ആളുകൾ ഓടിച്ചുവിടുകയൊക്കെ ചെയ്യത്തില്ലേ? ഒരുപാട് നമ്മള് പണിക്കൊക്കെ പോയി കഴിഞ്ഞാല് നമ്മള് തൊഴിലെന്ന് പറയുന്ന ആ ഒരു ഇതിനൊക്കെ പോയി കഴിഞ്ഞാല് ഒരു വസ്തു ഒരു വീട്ടിൽ നിന്ന് കാണാതായി അവര് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വായിന്ന് കേൾക്കേണ്ട മുഴുവന് കേൾക്കണം. അവര് തല്ലുന്ന തല്ലും, സ്റ്റേഷനിൽ കൊണ്ടുപോകും. പിന്നെ പോലീസുകാർ വേണമെങ്കിലും കുറച്ച് ഒരു മനസ്സരിഞ്ഞു വിടും. പക്ഷെ നാട്ടുകാരെന്ന് പറയുന്നത് അങ്ങനെയല്ല. എങ്ങനെ ക്രൂരമായി തല്ലുവാൻ കഴിയും അത്രയും തല്ലും മേടിച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം അതേ ജോലിക്ക് തന്നെ പോകും. നിവൃത്തിയില്ല.
വീട്ടിൽ നിന്ന് പ്രഷറായിരിക്കും, പോകുന്നില്ലേ പോകുന്നില്ലേ എന്ന് പറഞ്ഞൊരു പ്രഷറായിരിക്കും നമുക്ക്. പിന്നെ ഇതേ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്കും അങ്ങനെ തൊഴിലാണല്ലോ ഇതെല്ലാം, തൊഴിൽ എന്താണ് ഇങ്ങനെ നടക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെയും അതിൽ തന്നെ പോകും. അടിയൊന്നും പേടി ഉണ്ടെങ്കിലും ആ ഒരു വേദന അനുഭവിച്ചാണെങ്കിൽ ഞങ്ങൾ അതിലേക്ക് പോകുന്നവരാണ്. പിന്നെ അങ്ങനെ അത് എപ്പോഴെങ്കിലും മാത്രമല്ല, അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ അടി കൊള്ളുകയോ അല്ലെങ്കിൽ ഞാന് പോലീസിൽ പോവുകയോ അവിടെ ചെയ്തിട്ടുണ്ടോ? പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് അടി കൊണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ ഇതിനായിട്ട് പോയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുമുണ്ട്. പിന്നെ അവിടെ നിന്ന് മാത്രല്ല, വീട്ടിലേക്ക് വന്നാല് കുറച്ച് വൈകിയാണ് ഇപ്പൊ ഇങ്ങനെ കേസ് കെട്ടിൽ പിടിക്കപ്പെട്ടെന്ന് വെച്ചോ, നമ്മൾ വീട്ടിലേക്ക് പോകുന്ന അവര് തോന്നുമ്പോഴല്ലേ വിടുള്ളൂ. വീട്ടിലേക്ക് പോകുന്ന വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അടിയായിരിക്കും. നിങ്ങൾ ഇത്രയും സമയം എടുത്തിട്ട് എന്താ വീട്ടിലേക്ക് വരാത്തത്, ഇത്ര നേരമായെന്ന് പറഞ്ഞിട്ട് വീട്ടിലും അതൊരു പ്രശ്നം ആയിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കടന്നു പോയതാണ് എന്റെ ജീവിതം. എന്റെ എന്ന് മാത്രമല്ല, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അനേക പേര് അങ്ങനെയാണ്. പക്ഷെ പ്രത്യേകിച്ച് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും അല്ല എന്ന് വരുമ്പോൾ നമുക്ക് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അങ്ങനെ ആ ഒരു തൊഴിൽ വിട്ട് യേശുവിനെ ഞാൻ സ്നാനപ്പെട്ടിട്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതെന്ന് വെച്ചാല് വിശ്വാസിയല്ലാത്ത, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയാണ്. അതിന്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എനിക്ക് അധികം തന്നെ ഉണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ ആയിട്ട് പോയി താലി കെട്ടി, വീട്ടുകാരെ അറിയാണ്ട് പിന്നെയും വീട്ടിലേക്ക് പോയി. അച്ഛന് പുറത്തില്ലായിരുന്നു, ജയിലിലായിരുന്നു കൊണ്ട് ആ ഒരു വിഷമത്തില് ഒരു വിശ്വസിക്കാൻ വേണ്ടി താലി അമ്പലത്തിൽ പോയി കെട്ടി. പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമൊക്കെ ലൈഫിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് വിവാഹത്തിന് ശേഷം ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ട് യേശു പിറവൻ എന്ന ദേശത്ത് വെച്ചെന്ന് പാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും, രക്ഷിക്കപ്പെട്ട പ്രത്യേക സാഹചര്യം. അതിനുശേഷമാണ് കുടുംബജീവിതത്തില് ഇങ്ങനെ പെറുക്കുവാൻ പോകരുത്, ദൈവത്തെ കണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വ്യത്യാസത്തിലേക്ക് വരുവാനിടയായി വയനാട്ടിലേക്ക് പിന്നെയും കടന്നു വന്നത്. എന്നിട്ടേ വയനാട്ടിൽ ഒരു നിങ്ങൾ അവിടെ തമ്പടിച്ചിരിക്കുന്നിടത്ത് ഒരു പ്രാർത്ഥന നിങ്ങളെല്ലാവരും കൂടെ സ്ത്രീകൾ കൂടി നടത്തുമായിരുന്നെന്ന് പറഞ്ഞു. അതിന്റെ ഒരു തുടക്കം എങ്ങനെയാ? അതെ പാസ്റ്ററെ, അവിടെ ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ സ്നാനപ്പെട്ടതാണല്ലോ. അപ്പൊ അവിടെ കുറച്ച് പേര് ഇതുപോലെ റോഡ് സൈഡിൽ ഇങ്ങനെ പെറുക്കി നടക്കുമ്പോ ആരോ ഒന്ന് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ കൈപ്രതിയൊക്കെ കൊടുത്ത് അവര് ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അവര്. ഇപ്പൊ വൈകുന്നേരം അവിടെ 2-3 സ്ത്രീകളുണ്ടായിരുന്നു, യേശുവിൽ വിശ്വസിക്കുന്ന 2-3 സ്ത്രീകളുണ്ടായിരുന്നു. അവരെ കൂട്ടത്തിൽ അവര് വൈകുന്നേരം നമ്മൾ എന്ത് കാര്യത്തിൽ പോയാലും വൈകുന്നേരം മോഷ്ടിക്കാനാണ് പോകുന്നത്, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നൊരു വാഞ്ചയുള്ളത് കൊണ്ട് വൈകുന്നേരം ഇങ്ങനെ കുടുംബമായിരുന്ന എല്ലാ കാര്യങ്ങളെയും കഴിഞ്ഞിട്ട് കുടുംബമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബം വെച്ചാല് ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സ്ത്രീകള് ഇവര് മാത്രം ഇരുന്ന് ആ മൈതാനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് വന്ന് കളിയാക്കിയത്. സിനിമാ പാട്ടൊക്കെ പാടി ഞങ്ങൾ ഒരുപാട് കളിയാക്കി. ഞാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. എങ്കിലും പ്രാർത്ഥനയ്ക്ക് എനിക്കും ആ ഒരു ഇതിൽ കടന്നുപോയതിനു ശേഷം എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകുവാനോ അങ്ങനെ ഒരു ഇതില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ യാഥാർത്ഥ്യമായി രക്ഷിക്കപ്പെട്ടിട്ടല്ല സ്നാനപ്പെട്ടത്. എല്ലാവരും എല്ലാവരും ഫോഴ്സ് ചെയ്തിട്ടാണ് സ്നാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവത്തെ അധികമായി രുചിച്ചറിയുവാനോ ദൈവത്തെക്കുറിച്ച് ആഴമായി ചിന്തിക്കുവാനോ ഒന്നും ഒരു കഴിവില്ലായിരുന്നു. അപ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ, എല്ലാവരും പ്രാർത്ഥിക്കുമ്പോ അപ്പൊ ഒരു ബോധമുണ്ട്, നമ്മൾ സ്നാനപ്പെട്ടതല്ലേ, നമ്മുടെ ദൈവം ഇതല്ല, യേശു അല്ലേ, അപ്പൊ പ്രാർത്ഥിച്ചേക്കാം എന്നൊരു മട്ടിലായിരിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് സ്ഥലത്ത് കളിയാക്കുകയും പിന്നെ ഒരു സങ്കീർത്തന ഭാഗം, അവിടെ വിദ്യാഭ്യാസം അറിയുന്നത് ആ ഇതിൽ വെച്ച് ഞാനാ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഇതില് സങ്കീർത്തനം വായിക്കുക, ബൈബിൾ വായിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. അന്നേരം വന്നിട്ടാണ് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങള് പാട്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിയാക്കുമായിരുന്നു. അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്, ഇതുപോലെ നിന്നോട് ദൈവം സംസാരിക്കും, നോക്കിക്കോ, ഇത് സത്യദൈവമാണ്, ഇതിൽ വിശ്വസിച്ചാല് നിനക്ക് രക്ഷയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സങ്കീർത്തനം ഏത് ഭാഗത്തും ഞാനും ഓർക്കുന്നില്ല, സങ്കീർത്തന ഭാഗത്ത് നിന്ന് വായിക്കുമ്പോഴാണ് യഥാർത്ഥമായി ഒരു സത്യം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് പിറ്റേ ഞായറാഴ്ച തന്നെ അവിടെ കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ചർച്ചിലേക്ക് ആരാധനയ്ക്ക് പോകുവാനിടയായി തീർന്നത്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുള്ളും ആ ഒരു ജീവിതം സാഹചര്യം തന്നെ ഞങ്ങൾ വിട്ടു. യേശുവിലേക്ക് ഇങ്ങനെ ഒരു ആരാധനയ്ക്ക് പോകുക ഇങ്ങനെ കടന്നു വന്നതിന് ശേഷം പിന്നീട് ആ മാർഗത്തെ തൊട്ട് നോക്കിയിട്ടില്ല. ആ പോയി റോഡ് സൈഡിൽ താമസിക്കുകയോ അങ്ങനെ ദൈവം അനുവദിച്ചിട്ടുമില്ല. അങ്ങനെ പോകാതെ പിന്നീട് ഒരു മാന്യമായി നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് കച്ചവടത്തിന് പോകാൻ തുടങ്ങി. കച്ചവടം മീൻസ് ആക്രി സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങുക. അതിന്റെ ഇടയ്ക്ക് മോഷണം ഉണ്ടാവും. നമ്മൾ അത് ചെയ്ത് വന്നത് കൊണ്ട് ഇങ്ങനെ വിലയുള്ള സാധനങ്ങളെ കാണുമ്പോൾ കൈ അതിലേക്ക് എന്തായാലും പോയി പോകും. അവരെ കാണാതെ എടുത്തു പോകും. കാണാതെ അവര് അറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോകും, അല്ലെങ്കിൽ വിലയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു തട്ടിപ്പ് അതിലുണ്ടാവും. അങ്ങനെ അതും കുറേ വർഷങ്ങൾ ഇങ്ങനെ നീണ്ടു നിന്നു. ഞാൻ ഈ വരെ ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് 3 വർഷം മുമ്പ് പോലും ഞാൻ അത് തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഹസ്ബൻഡ് ആണെങ്കിലും കാട് വെട്ടുന്ന മിഷൻ വെച്ചിട്ട് കുറച്ചു പേരെ വെച്ചിട്ട് അങ്ങനെയും ജോലിക്ക് പോകുമായിരുന്നു. ഇങ്ങനെ ആ ഒരു യേശുവിനെ എന്ന് ഞങ്ങൾ അവിടെ യഥാർത്ഥമായി ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചു. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. യേശു ഉണ്ട്, ഇങ്ങനെ ഒരു ദൈവം ഉണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആരാധിക്കുന്നതൊന്നും ദൈവങ്ങളല്ല, അത് വിഗ്രഹങ്ങളാണ്, അതിൽ വിശ്വസിച്ച് കാര്യമില്ല എന്ന് തിരിച്ചറിവ് വന്നതോടെ ഞങ്ങൾ ഫുൾ അവിടെ ടോട്ടലിംഗ് ആയിട്ട് ആ പെറുക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു തന്നെ പറയാം. പിന്നീട് അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല ഇന്ന് വരെയും. പിന്നീട് വയനാട് ദേശത്തിൽ തന്നെ വന്ന് സ്വന്തം രാജ്യത്ത് ഇവിടെ നിന്ന് കിട്ടുന്നത് മതി എന്നൊരു ഇതിലായിരുന്നു. അങ്ങനെയാണ് ക്രഷർ കട്ടിങ് മെഷീൻ വെച്ചിട്ടല്ല, പുല്ല് വെട്ടുന്ന മെഷീനിലൊക്കെ ജോലി ചെയ്തു. ഞാനാണെങ്കിലും ഈ ആക്രി സാധനങ്ങൾ എടുക്കുന്ന ആ കച്ചവടത്തിനൊക്കെ പോയി. അങ്ങനെയാണ് പോയത്. അതിന്റെ പിന്നെന്ന് പറയുമ്പോ അതിനിടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്രൂരമായി തല്ലുക, ക്രൂരമായി ഉപദ്രവിക്കുക, ഈ സാഹചര്യങ്ങൾ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്തതായിരുന്നു. ദിവസം എന്ന് പറഞ്ഞില്ലെങ്കിൽ 2 ദിവസത്തിൽ ഒരു ദിവസം എങ്കിലും എനിക്ക് അടി ഉറപ്പാ. ഞാൻ അങ്ങനെ ആയിരുന്നു. ഞാനും മുൻകോപി ആയിരുന്നു തന്നെ പറയാം. എടുത്തു ചാടി സംസാരിക്കും, പറയുന്ന കാര്യങ്ങൾ അനുസരിക്കില്ല, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു രണ്ടുപേർക്കും തമ്മിൽ. അങ്ങനെ ഒരു നമുക്ക് മലയാളീസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് എതിർത്തെങ്കിലും പറയും, പക്ഷെ നമുക്ക് എതിർത്ത് പറയാൻ പോലും ഒരു ഫ്രീഡം നമുക്കില്ല. അവർ പറയുന്നത് അനുസരിച്ച് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാന്നല്ലാതെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോ ഒരുപാട് തല്ല്, ഒരുപാട് ശരീരത്ത് ഇപ്പോഴും കണ്ടാല് മുറിവുകളില്ലാതെ പാടുകളില്ലാത്തൊരു സ്ഥലം ഉണ്ടായില്ല. അത്രമാത്രം ക്രൂരമായി തല്ലുന്ന ഒരു ആളായിരുന്നു, ദേഷ്യക്കാരനായിരുന്നു. മറ്റുള്ള വാക്ക് കേട്ടിട്ടാണെങ്കിലും നന്നായിട്ട് തന്നെ ഉപദ്രവിക്കും. അപ്പൊ ഞാൻ ഇതൊന്നും സഹിക്കാൻ വഴിയാതെ ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്തേക്ക് പോകും. പിന്നെയും ഇവര് വരും, എന്താണ് കോംപ്രമൈസ് ചെയ്തിട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെയും കൊണ്ടുവരും. ഇതുപോലെ തന്നെയായിരുന്നു. മടുത്തുപോയി എനിക്ക്. ശരിക്കും പറഞ്ഞാല് ജീവിക്കേണ്ട ലവ് മാരേജ് ആയിരുന്നു. കാണുവാൻ വന്നു, പിന്നെ കണ്ടത് വേറെ ആളെ, ഞങ്ങള് സ്നേഹിച്ചു. ഇങ്ങനെ ഒരു സ്നേഹിച്ച് ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. പക്ഷെ ഇതൊന്നും കിട്ടാതെ വരുമ്പോ ഞാൻ ആകെ തളർന്നു. എനിക്ക് ഇനി മടുത്തു, ഇനി ജീവിക്കണ്ട, എന്തിനാണ് ഇങ്ങനെ ഒരു ആളെ കെട്ടിയത് എന്നൊക്കെ ചിന്തിക്കും. പിന്നീട് വീട്ടുകാരാണെങ്കിലും അതുപോലെ തന്നെ, നീ തന്നെ പോയി കുടുങ്ങിയതല്ലേ, അവര് തന്നെ ലവ് വിത്ത് അറേഞ്ച്ഡ് ആണ് എങ്കിലും അച്ഛൻ അന്ന് ആ കാലഘട്ടത്തിൽ ജയിലിലായിരുന്നു. പറഞ്ഞല്ലോ, 5 വർഷം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷത്തിന് ശേഷമാണ് അച്ഛൻ ജയിലിൽ നിന്ന് റിലീസ് ആവുന്നത്. അപ്പൊ അത്രയും കാലം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനോ ഞങ്ങൾ എന്താന്ന് ചോദിക്കാനോ ഞങ്ങൾക്ക് ആരുമില്ല. എന്റെ സഹോദരന്മാരുണ്ട്, അന്നും അവര് ചെറുതാണ്. ചെറുതെന്ന് വെച്ചാല് എനിക്ക് 17 വയസ്സാണെങ്കിൽ അവർ 2 വയസ്സത്തിന് മൂത്തത്, അങ്ങനെയേ ഉള്ളൂ എന്റെ സഹോദരന്മാരൊക്കെ. അവരും 19 വയസ്സ് 20 വയസ്സ്, ഇങ്ങനെ അവർക്കും ചോദിക്കാനൊന്നും കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതിലായിരുന്നു. എപ്പോഴും ഞാൻ പിണങ്ങി പോവുക, അവര് വീട്ടിലേക്ക് വരും, പിന്നെ അവര് സമാധാനപ്പെടുത്തി കൊണ്ടുവരും. അങ്ങനെ തന്നെയായിരുന്നു കുറേ വർഷം. ഇന്നത്തേക്ക് 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. മടുത്ത് ഇനി ജീവിക്കണ്ട എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കും. ആത്മഹത്യ ചെയ്യാം, അല്ലെങ്കിൽ ഒരിക്കലും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല എന്നൊക്കെ ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. എന്നാലും പിറ്റേ ദിവസം ഒരു എന്താ പറയാ, നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് കോംപ്രമൈസ് ആകാൻ ഒരു കാര്യത്തിൽ വരുമ്പോ അഴിഞ്ഞു പോകും. സാരമില്ല, പോട്ടെ, ഇനി ഒരിക്കൽ എത്ര കാലം നമുക്ക് അമ്മയുടെ അച്ഛനെ വീട്ടിൽ ജീവിക്കാൻ കഴിയും, ഇതൊന്നായി നമ്മുടെ കുടുംബം ഇതാണ്, ഇതിൽ തന്നെ പോകാന്നൊക്കെ അങ്ങനെ ഒരു മൈൻഡായി പോകും. പിന്നെയും പ്രശ്നം വരും, പിന്നെയും ഇതേ മൈൻഡാവും, കുഞ്ഞിനെ ഓർക്കും. അങ്ങനെ മൂത്ത മോക്ക് 2 വയസ്സാകുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ അത്രയും ക്രൂരത അനുഭവിച്ച ഒരു വ്യക്തി ആയിട്ട് പോലും
ഇനിയും എനിക്ക് താങ്ങുവാൻ കഴിയാത്തതിലപ്പുറമായ ഒരു ഭാരം എനിക്ക് നേരിടേണ്ടി വന്നു. എന്താ വെച്ചാല് നന്ന പറഞ്ഞല്ലോ, കോർണർസ്റ്റോൺ ചർച്ചിലൊക്കെ പോയി അങ്ങനെ വന്നിട്ടാണെങ്കിലും യഥാർത്ഥമായ ദൈവത്തിന്റെ സ്നേഹമോ രക്ഷയോ അനുഭവിക്കാത്തത് കൊണ്ട് പിന്നെയും ഹസ്ബൻഡിന് വേറൊരു കണക്ഷനായി, വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ട വന്നു. അത് നേരിട്ടല്ലെങ്കിൽ ഫോണിൽ കൂടിയാണ്. അത് പേര് പറയാനോ അല്ല അവരെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവർക്കൊരു ലൈഫാണ്, നമ്മളൊരു ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു രണ്ടോ മൂന്നോ മാസം ഇതിങ്ങനെ തുടർന്നു. എനിക്ക് അത് ഞാനത് കണ്ടുപിടിച്ച് വളരെ ഭാരമായിരുന്നു. എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത, പുറത്ത് പറയാനും കഴിയുന്നില്ല. ഞാൻ ഒരു കണ്ടുപിടിച്ച് ഇങ്ങനെ ഞാൻ പുറത്ത് പറയുന്നു പറഞ്ഞാൽ, ഈ പുറത്ത് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരും, ഇപ്പൊ തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും എന്നൊക്കെയാണ് ഭീഷണിപ്പെടുത്താറ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ എനിക്ക് പുറത്തും പറയാൻ പറ്റുന്നില്ല, എന്റെ അകത്ത് അടക്കി വെക്കാനും പറ്റുന്നില്ല. ഇതിനെ കൺവിൻസ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റാന്ന് പറഞ്ഞാൽ അതിനും കഴിയുന്നില്ല. ഇങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ. രക്ഷിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ടെന്ന് എനിക്ക് പറയാനേ കഴിയുന്നില്ല. സ്നാനപ്പെട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ കണ്ടുമുട്ടി ഇത്രയും വലിയ ഒരു സിറ്റുവേഷൻ എനിക്ക് കടക്കേണ്ടി വന്നുവല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, നിന്നോട് ഞാൻ എത്ര പാവം ചെയ്തു, എന്നാലും എന്നെ ക്ഷമിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോകാൻ കഴിയുന്നില്ല, വിട്ടേച്ച് പോയേക്കാ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ വിട്ടേച്ച് പോകാന്ന് വെച്ചാല് അവര് സന്തോഷമായിട്ട് ജീവിക്കും, പക്ഷെ നമ്മുടെ ലൈഫോ നമ്മുടെ മകളോ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു. വീട്ടുകാരോടോ നമ്മുടെ വീട്ടിലോ അവരെ വീട്ടിലോ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യങ്ങളെ കുറിച്ച്. പിന്നീട് ഇങ്ങനെ 2-3 മാസം ഈ കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നു. എവിടെ ഞാൻ അടുത്തിരിക്കുമ്പോ തന്നെ ആ പുള്ളിക്കാരത്തിന്റെ പേര് പറഞ്ഞ് കളിയാക്കാന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എനിക്കത് ഉള്ളുകൊണ്ടോ ശരീരം കൊണ്ട് എന്റെ മനസ്സുകൊണ്ട് എനിക്ക് ഒരിക്കലും അത് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും എനിക്ക് അതൊക്കെ ചിന്തിക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. എന്നാലും ദൈവം എന്നെ ബലപ്പെടുത്തുന്നുണ്ട്. ചിന്തിച്ച് കുറെ ഇങ്ങനെ പോയി. ഒരു പ്രാവശ്യം അങ്ങനെ ഞാനത് ഈ കാര്യങ്ങൾ ഇനി വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു പിണങ്ങി അമ്മയുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് ഒരു 3 ദിവസം നിന്നു. 3 ദിവസത്തിന് ശേഷം നിൽക്കാൻ കഴിഞ്ഞില്ല. ശരി, ക്ഷമിച്ചൊന്ന് പുറത്ത് നമുക്ക് പോയി ജീവിക്കാം, ഇനി കാര്യങ്ങളൊക്കെ മറന്നേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. രാത്രിയില് മോക്ക് 2 വയസ്സേ ഉള്ളൂ. ഇന്ന് മോക്ക് 10-11 വയസ്സായി. 2 വയസ്സാകുമ്പോൾ ഞാൻ അവളെയും കൊണ്ട് രാത്രി ഒരു 7-8 മണിയാകുമ്പോൾ എന്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് വന്നു. വരുന്ന നേരമുണ്ട് ഞാൻ ഒരു റൂമിലേക്ക് അകത്ത് കയറിയിട്ട് ഒളിച്ചു നിന്നു. ഇനി എന്താ ആരാ വന്നത്, എന്തെങ്കിലും ശ്രദ്ധിക്കോ, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും കെയർ ചെയ്യോ, അങ്ങനെ ഒരു ഒരു പ്രതീക്ഷയിൽ ഞാൻ റൂമിൽ കയറി ഒളിച്ചു നിന്നു, ഒന്ന് പേടിപ്പിക്കാവുന്ന ഒരു രീതിയിൽ. ഇവരാണെങ്കിൽ ഫോണിൽ സംസാരിച്ചിരിക്കുന്നു, മറ്റൊരു വ്യക്തി കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കത് കേട്ടിട്ട് ഡയറക്റ്റ് അത്രയും ദിവസം കേട്ട പരിചയമാണ്, പക്ഷെ ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ എനിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് പുള്ളിക്കാരത്തിനെ ഭയങ്കര തെറി പറഞ്ഞു. പിന്നെ എന്താണ്, ഫോണൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്ത് അന്ന് രാത്രി മുഴുവനും എന്നെ ഭയങ്കര തല്ലായിരുന്നു, ഉപദ്രവമായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ ചെയ്യും, നിനക്ക് തോന്നിയ പോലെ ചെയ്തോ, നീ വീട്ടിൽ പോയതല്ലേ, പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഈ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു, നീ മരിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാലും ശരിയാവില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും, എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോ പറയുമ്പോ തന്നെ ഒരു തെറി പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നീ പോയി മരിക്കുന്നത് നല്ലത്, വേണമെങ്കിൽ പുറത്ത്, പറഞ്ഞല്ലോ കാട് വെട്ടുന്ന പണിക്ക് പോകുന്നുണ്ടെന്ന്. അങ്ങനെ കേരള 5 ലിറ്റർ പെട്രോള് മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത്, പെട്രോൾ മുമ്പിലുണ്ട്, എടുത്ത് വേണമെങ്കിൽ ഒഴിച്ച് കത്തിച്ച് നീ മരിച്ചോ, നിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. റൂമിന്റെ അകത്തിരുന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ റൂമിന്റെ വാതിൽക്കലുണ്ട്. ഈ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഒരു വിധത്തിലും ഇത്രയും സഹിച്ചു. ഒരു 9-7-8 വർഷത്തിൽ ഇത്രയും സഹിച്ചിട്ട് ഇനിയും നമുക്ക് ഒരിക്കലും ഇതിനെ നമുക്ക് ഒരു 4 വർഷമായിട്ടുണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട്, ഇത്രയും സഹിച്ചു. പക്ഷെ ഇനി ഒരിക്കലും നമുക്ക് ഇത് കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഇനി നമുക്ക് ഈ ലോകത്ത് ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരനെ അകത്തിട്ട് വാതിലടച്ച് കുറ്റിയിട്ട് പുറത്ത് വന്നു. തീപ്പെട്ടിയും കയ്യിലായിട്ടാണ് ഞാൻ പുറത്ത് വരുന്നത്. പുറത്ത് വന്ന് 5 ലിറ്ററും എന്റെ ദേഹത്തേക്ക് ഞാൻ ഒഴിച്ച് കത്തിക്കുന്ന ആ നിമിഷമേ ഉള്ളൂ. അപ്പത്തേക്ക് അടുത്തൊരു വീട്ടിൽ നിന്ന് ഒരിക്കലും ആ വീട്ടുകാരെന്ന് പറഞ്ഞാല് വാർക്ക വീടായിരുന്നു.
ആ വീട്ടിൽ നിന്ന് ശബ്ദം നമ്മൾ പുറത്തിടുന്നത് അകത്ത് കേൾക്കൂല. TV ഓൺ ചെയ്താൽ അവര് പിന്നെ രാവിലെ ഓൺ ചെയ്താല് വൈകുന്നേരം എങ്ങാനും നിർത്തുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഈ സംഭവത്തിന്റെ അന്ന് ആ സമയം അവരെ വീട്ടില് കരണ്ട് പോയി അവര് പുറത്ത് വരുന്നതും ഞാനിങ്ങനെ കത്തിക്കുന്നതും പുള്ളിക്കാരൻ വാതിൽ പൊളിച്ച് പുറത്ത് വരുന്ന എല്ലാം ഒരേ സമയം, ഒരു സെക്കൻഡിലായിരുന്നു അതൊക്കെ. അന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ ഒരു അത്ഭുതമാണത്. ഇങ്ങനെ ചെയ്ത് ആ ഒരു എല്ലാം ടൈമിൽ നടക്കുകയാണ്. ഇങ്ങനെ വരുമ്പോ പെട്ടെന്ന് അവര് വന്ന് ദേഹത്ത് വെള്ളം ഒഴിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശം തന്നു. പക്ഷെ ഒന്നും ഇതെനിക്ക് കേൾക്കുന്നില്ല. അപ്പത്തേക്ക് എന്റെ കുടുംബക്കാരൊക്കെ വന്ന് ഇനി ജീവിച്ചത് മതി, ഇങ്ങനെ ഒരുത്തന്റെ കൂടെയാണല്ലോ നീ ജീവിക്കുന്നത്, ഇനി ഇത്രയും സഹിച്ചു പിടിച്ചതൊക്കെ മതി, നമുക്കിനി ഇനി കാര്യങ്ങൾ നോക്കാം, നിന്നെ നന്നായിട്ട് പഠിപ്പിക്കാം, ഇനി മതി, നീ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുന്നത്, നിന്റെ മകളെയും കുട്ടി വന്നോ എന്നൊക്കെ എന്നോട് ഒരുപാട് പറഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റൊരു തീരുമാനത്തിരുന്നു, ഇങ്ങനെ ഒന്നെങ്കിലും മരിക്കണം അല്ലെങ്കിൽ ജീവിക്കണം. ഇങ്ങനെ അവരെ ഇങ്ങനെ വിട്ടിട്ട് പോകുന്നത് എനിക്ക് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. ഞാൻ അവിടെ തന്നെ നിന്നു. എന്ത് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. മരിക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. അപ്പൊ ദൈവത്തിന് എന്തോ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യുവാനുണ്ടെന്ന് അവിടെ എന്റെ ഹൃദയത്തിൽ തോന്നലുണ്ടായി. ഞാൻ അതിനു മുമ്പിൽ തന്നെ ഈ കാര്യങ്ങളെ ഞാൻ കേട്ട് തുടങ്ങിയ നാൾ മുതൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെടുന്നത് ആ കാലഘട്ടത്തെ പ്രത്യേക സാഹചര്യം കൂടി കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥമായി ദൈവം ആരാണെന്നും ദൈവത്തെ അധികമായി തേടുവാനിടയായിത്തീരുന്നത്. അങ്ങനെയാണ് ഞാൻ യേശുവിനോട് ദൈവമേ എന്റെ ജീവിതം എങ്ങനെ ആയല്ലോ, ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ ആകാന്നൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഒരിക്കലും സാധിക്കുന്നില്ല, ഞാൻ മരിച്ചു പോകും എന്തായാലും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് 2 മാസം വരെ ഞാൻ കരഞ്ഞ്. ഞാൻ എപ്പോഴും നല്ല തടിയുണ്ട്, പക്ഷെ അന്ന് ആ പ്രത്യേക സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോ ഞാൻ ഭയങ്കര മെലിഞ്ഞ്, എനിക്ക് ഒന്നും ആഹാരം ഇറങ്ങൂല. മകളെ ഓർക്കുവാണെങ്കിലും ഹസ്ബൻഡിനെ ഓർക്കുവാണെങ്കിലും എനിക്ക് പ്രത്യേക അത് ഇപ്പൊ പറയുമ്പോ പോലും നമുക്കത് ഉള്ളിലങ്ങ് ഒരു വേദനയാ, പറയുവാൻ കഴിയുന്നില്ല, അത്രമാത്രം വേദനയിലാണ് ഞാൻ കടന്നുപോയത്. പിന്നെ ഞാൻ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവത്തിന് വേണ്ടി നിന്നതിന് ശേഷം, ഈ ഒരു സംഭവത്തിന് ശേഷം പുള്ളിക്കാരന് മനസ്സിലായി, നമ്മളെ അധികമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത്ര വലിയ വേദന കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകും, പിന്നെ കിട്ടത്തില്ല എന്ന് ദൈവം അങ്ങനെ ഒരു മനസ്സ് കൊടുത്ത് അവിടെ വെച്ച കണക്ഷൻ ബ്ലോക്ക് ആകുവാൻ വഴിയൊരുക്കി ദൈവം. അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു ബന്ധമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല, സന്തോഷമായി ജീവിക്കുന്നു. അതുപോലെ പറയുവാണെങ്കിൽ ഞാൻ ശുശ്രൂഷയിൽ വരുവാൻ കാരണമായി തീർന്നത്, ഞാൻ പറഞ്ഞല്ലോ, വരുന്നതിന് 3 വർഷം മുമ്പ് വരെ ഞാൻ ഈ ആക്രിസാധനങ്ങൾ എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനിടയ്ക്ക് ആട്ടുകല്ല്, അമ്മിക്കല്ല് ഇങ്ങനത്തെ ബിസിനസ്സിന് വേണ്ടിയിട്ട് കുടുംബമായിട്ട് നാടോടികളായിട്ട് തന്നെ വണ്ടിയിൽ ഉറങ്ങി കർണാടക, ബാംഗ്ലൂർ ആ പ്രദേശത്തൊക്കെ കടന്നുപോയി അങ്ങനെ ബിസിനസ് ചെയ്യുമായിരുന്നു. ഒന്നിലൊരു നേട്ടവും, ഒരുപാട് കടങ്ങൾ മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അധ്വാനിക്കും. ഒരു ദിവസം പോയി കഴിഞ്ഞാൽ 5000 10,000 കയ്യിലുണ്ടാവും, പക്ഷെ വീടെത്തുമ്പോഴത്തേക്കും നമുക്കത് എന്താവുന്നു അങ്ങനെ ഒരു കാര്യങ്ങൾ അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ പോകും. ബാംഗ്ലൂർ ദേശത്ത് കടന്നുപോയി ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകുമ്പോൾ, ഞങ്ങൾ കടന്നു പോകുന്ന ഗോണികപ്പ ദേശത്താ, കാടുവെട്ടുന്ന പണിക്കായിട്ട് കടന്നു പോകുന്നത്. ആ ഗോണികപ്പ ദേശത്ത് വെച്ചിട്ട് അവിടെ ഒരു ആരാധനയ്ക്ക് പോയി കുടുംബമായിട്ട്. അവിടെ പോയിട്ടാണ് യഥാർത്ഥമായി ഇനി അധികമായ ദൈവത്തിന്റെ സ്നേഹത്തെ അറിയുവാനും അധികമായി ദൈവത്തോട് ഒരു കണക്റ്റിംഗ് സ്ഥാപിക്കുന്നതൊക്കെ അവിടെ വെച്ചാണ്. പിന്നീട് അന്നു മുതൽ ഇന്ന് വരെ ദൈവമായുള്ള ഒരു വലിയ ബന്ധത്തിൽ ദൈവം ഞങ്ങളെ നടത്തി വരുന്നുണ്ട്. ഈ കല്ല് ബിസിനസ്സിനൊക്കെ പോകുന്നതിന് മുമ്പ് കുറെ ദേവദാസന്മാരിങ്ങനെ ഓരോ ആരാധനയ്ക്ക്, ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ കടന്നു പോകുമ്പോൾ അവര് പറയും, നിങ്ങളെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്, ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കും എന്നൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും വിദ്യാഭ്യാസമല്ല, ആകെ 2ാം ക്ലാസ് മാത്രമേ 3 സ്കൂളുകളായിട്ട് പഠിച്ചിട്ടുള്ളൂ. ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് 4 പേരുടെ മുമ്പിൽ എങ്ങനെയാണ് സംസാരിക്കുക, അല്ലെങ്കിൽ മലയാളം എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് സംസാരിക്കാന്ന് പോലെ അറിയില്ല. ഇന്ന് പലവട്ടവും പലവരും അപമാനിച്ചിട്ടുണ്ട് മലയാളം അറിയാത്തത് കൊണ്ട്. എടാ നീ ഇങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണ് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. പക്ഷെ നമ്മുടെ സ്ലാങ് അതാണ്. നമ്മുടെ മാതൃഭാഷ മലയാളം അല്ലല്ലോ, നമുക്കായിട്ടൊരു ഭാഷയുണ്ട്. അതിൽ തന്നെ എല്ലാം നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ പുറത്തുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു പുച്ഛമാണ്. ബസ്സിൽ കയറ്റൂല, പറഞ്ഞ പോലെ തന്നെ ഇന്നലെ കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാരും, ബസ്സിൽ കയറ്റാൻ പൊത്തുന്നതിനേക്കാൾ എന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അവര് കഴുത്തിരുകി പിടിക്കും. അടുത്തു പോയിരുന്ന് നമ്മൾ
എത്ര നീറ്റായിട്ട് പോയാലും, എത്ര ഡീസന്റ് ആയിട്ട് വസ്ത്രം ധരിച്ചു പോയാലും അവരെ കഴുത്തിരിക്കി പിടിക്കും, അല്ലെങ്കിൽ മൂക്ക് പൊത്തി പിടിക്കും. ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരാണെങ്കിൽ എനിക്ക് വിഷയമില്ലായിരുന്നു. പക്ഷെ ഞാന് ആ പഠിക്കണം, അങ്ങനെ ഒരു ഡീസന്റ് ആയിട്ട് പോകണം എന്നൊരു ആഗ്രഹിച്ച വ്യക്തി ഇങ്ങനെ എല്ലാവരും നമ്മളെ നോക്കി ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും. ഞാൻ ഏത് സാഹചര്യത്താണെങ്കിൽ അവരോട് എതിർത്ത് പറയും. ഞങ്ങൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഞങ്ങള് സ്വർണം കണ്ടിട്ടില്ല എന്നൊക്കെ ഞാൻ പ്രതികരിക്കാറുണ്ട് പ്രത്യേകിച്ചും. അത്ര വിഷമായിരുന്നു. എന്നാൽ ദൈവം ഇവിടെ മാനിച്ച് നിർത്തിയിട്ടുണ്ട്. ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് കച്ചവടത്തിന് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു, ഇതുപോലെ നമുക്ക് ദൈവവേല ചെയ്യാം, ഇനി നീ പണിക്ക് പോകണ്ട, ഇനി ദൈവം നമ്മളെ നടത്തും എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു വാക്ക്, ശുശ്രൂഷയ്ക്ക് കുറെ ദേവദാസന്മാർ ഇങ്ങനെ പറയുമ്പോ എങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോവുക? ഇത് വിദ്യാഭ്യാസം ഇല്ല, ദൈവത്തിന്റെ വചനം അറിയണം. ദൈവവേല ചെയ്യുവാണെങ്കിൽ വചനം അറിയാതെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതിന് വചനം അറിയണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം. പഠിക്കാനും വായിക്കാനും ഒന്നും അറിയില്ല. മലയാളം പോലും ശരിക്കും പറയാൻ പറ്റാത്ത നമുക്ക് എന്ത് ശുശ്രൂഷയാണുള്ളത്? ദൈവം നമ്മളെ വിളിക്കും, നമുക്ക് പോകാം, അല്ലെങ്കിൽ ദൈവം നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളെ പറയുമ്പോൾ നമുക്ക് പോകുന്നൊരു ചിന്തയിലാണ് ഞാൻ. ഇതിന് ഇങ്ങനെ ചിന്തിക്കാൻ കാരണം തന്നെ സമ്പാദിക്കണം എന്ന, മറ്റുള്ളവരെ പോലെ നമുക്കും ജീവിക്കണം, സ്വത്തുണ്ടാക്കണം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്. നല്ല വസ്ത്രങ്ങൾ ഇടുക, അതാണ് കൂടുതലും ഭയങ്കര ആഗ്രഹങ്ങള്, ലോകപരമായുള്ള ചിന്തകള്. ഇത് എല്ലാവർക്കും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പ്രത്യേകിച്ചുണ്ടായിരുന്നു. നാലാളുടെ മുമ്പിൽ നടക്കുമ്പോൾ നമുക്ക് നീറ്റായിട്ട് നടക്കണം, അവർ പറയുന്ന പോലെ നടക്കണോ, അങ്ങനെ ഒരു ലോകപരമായ ഒരു കാഴ്ചപ്പാടിലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ശുശ്രൂഷയില് മുമ്പോട്ട് വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഒക്കെ ഞാൻ പറയുന്ന കാര്യം, ഇപ്പൊ വേണ്ട, ദൈവം വിളിക്കുമ്പോ പോകാം, ഇപ്പൊ വേണ്ട, അങ്ങനെ ഒരുപാട് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ കല്ല് വെക്കുന്ന സ്ഥലത്തുനിന്ന് പോലും ബൈബിൾ കോളേജിലേക്ക് കടന്നു വരും. പിന്നീട് വേണ്ട, എനിക്ക് ഇനി ഈ തൊഴിലും ചെയ്യാൻ കഴിയുന്നില്ല, ദൈവം എന്നെ അങ്ങനെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഒരുപാട് വേദനിച്ച് ഒരു 300-400 കിലോമീറ്റർ അപ്പുറത്തു നിന്നൊക്കെ ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വരും. പക്ഷെ ഞാൻ അപ്പോഴും അനങ്ങൂല. എന്ത് പ്രാർത്ഥന, എന്ത് ആരാധന, എന്ത് ബൈബിൾ ക്ലാസ് വേണ്ട, ഇനി എന്തെങ്കിലും നമുക്കിത് ഒന്നെങ്കിൽ നമ്മുടെ കടങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് വേണ്ടത് സമ്പാദിച്ച് വെച്ചതിന് ശേഷം പോകാം, പിന്നെ ആരോട് നമുക്ക് ചോദിക്കാനൊന്നുമില്ല എന്നൊരു മട്ടിലായിരുന്നു ഞാൻ. പിന്നെ ചേട്ടന് ഇഷ്ടം പോലെ ആയിക്കോട്ടെ, ബൈബിൾ കോളേജിൽ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു. ഞാൻ 2 മാസം പോയി. പിന്നീട് ഞാൻ മോന് പ്രഗ്നന്റ് ആയതിനു ശേഷം എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഈ പഴയതുപോലെ തന്നെ സാധനങ്ങൾ എടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ വന്ന് പറഞ്ഞു, നീ ഇങ്ങനെ തന്നെ പോകുന്നത് ശരിയല്ല, ഞാൻ സുവിശേഷം അറിയിക്കുന്നുണ്ട്, നീ ഇങ്ങനെ പഴയ സാധനം എടുക്കുന്നത് പോകുന്നത് മോശമല്ലേ? അപ്പൊ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാര്യനെ നീ കൂട്ടിക്കോ, അല്ലെങ്കിൽ നിനക്ക് എന്ത് ശുശ്രൂഷയാണെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് വല്ലാത്ത വേദനയാവുന്നുണ്ട്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതുകൊണ്ട് നീ ഈ തൊഴിൽ ഉപേക്ഷിച്ച് എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, എനിക്ക് എല്ലാവരെ പോലെയല്ല, ഒരു ദിവസം മാക്സിമം എൻ്റെ അടുത്ത് ഒരു 500 രൂപ ഇല്ലെങ്കിൽ എനിക്കൊരു ദിവസം മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഞാൻ ചെലവ് ചെയ്യുന്ന കൂട്ടത്തിലല്ല, എങ്കിലും എനിക്ക് വേണം. നമുക്ക് ആരുടെ മുമ്പിലും കയ്യേന്തി നിൽക്കാനോ നമ്മുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളടത്ത് പോകാൻ ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് ഒരു ദിവസം എനിക്ക് എന്തായാലും വേണം. അതുകൊണ്ട് ഞാൻ ഈ പണിക്ക് പോയാലേ പറ്റുള്ളൂ ചേട്ടാ. ചേട്ടൻ വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ, ശുശ്രൂഷ ചെയ്ത് എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഞാൻ നിൽക്കാം, പക്ഷെ കൂടെ ഞാൻ വരില്ല, അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ പറയുമ്പോ ഒരുപാട് വേദനിച്ച് ഒറ്റയ്ക്ക് പോകും, ഒറ്റയ്ക്ക് ശുശ്രൂഷ പോകും. ഞാൻ ഒരു പൈസ പോലും കയ്യിൽ കൊടുത്ത് ചെലവിന് വെച്ചോ അല്ലെങ്കിൽ വണ്ടി കൂലി വെച്ചോ ഒന്ന് കൊടുത്തിട്ടുമില്ല, അദ്ദേഹം ചോദിച്ചിട്ടുമില്ല എൻ്റെ അടുത്ത്. അങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് വീട്ടുവാൻ വേണ്ടി ഞാൻ പോയി. അങ്ങനെ കുറച്ച് സെറ്റിൽഡ് ആയെന്നല്ല, കടങ്ങളൊക്കെ വീണ്ടെടുക്കാൻ ഒരു പ്രത്യേക സാഹചര്യം ഞാൻ മുഖാന്തരം വന്നത് കൊണ്ട് എനിക്ക് ഒരിക്കലും ശുശ്രൂഷയിൽ താല്പര്യമേ ഇല്ലായിരുന്നു. കാരണം വെച്ചാല് ഇതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്, നമ്മളെല്ലാം വിട്ട് എല്ലാം ത്യജിച്ച് ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാം വിട്ടേച്ച് പോകണം. അതുകൊണ്ട് നമുക്ക് നമ്മളെ ബാക്ക് ബോൺ ചെയ്ത് നമുക്ക് സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നമുക്കുള്ളത് നമ്മൾ 2 പേരേ ഉള്ളൂ, മക്കളുണ്ട്. ആ ശുശ്രൂഷ രീതിയിൽ പോയാൽ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വരുന്നില്ല, വേണമെങ്കിൽ ഞാൻ വരാം, ഒരു ദിവസം എനിക്ക് 500 വെച്ച് കയ്യിൽ തന്ന ഞാൻ അതിൽ നിൽക്കാം എന്നൊരു രീതിയിൽ പറഞ്ഞു. അപ്പൊ ദേവദാസൻ പറഞ്ഞ ഒരു കാര്യം, 500 അല്ല, നീ ദൈവവേലയ്ക്ക് കടന്നു വാ, ശുശ്രൂഷയിലേക്ക് വന്ന് നിൽക്ക്, നിന്റെ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിൽ
നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ 500 വെച്ചിട്ട് നിനക്ക് കയ്യിൽ തരാം എന്ന് പറഞ്ഞു. ഞാനപ്പോ ചിന്തിച്ചു, ശരി നോക്കട്ടെ. എനിക്ക് മനസ്സിലായിരുന്നു വരാനൊന്നും. അങ്ങനെ തന്നെ പോകണം, വേണ്ട ഇത് ശരി, എന്തായാലും ഇത്രയും പറയുന്നല്ലേ, ഇത്രയും നമ്മൾ ക്രൂരതകളൊക്കെ അനുഭവിച്ച് ഇത്രയും സ്നേഹത്തോടെ പറയുമ്പോൾ ആ ഒരു വാക്കിന് കീഴ്പ്പെട്ട് നോക്കാം എന്നൊരു രീതിയിൽ മാത്രമാണ് വാസ്തവത്തിൽ ഞാൻ കടന്നു വന്നത്. എന്നാൽ ഞാൻ കടന്നു വന്നത് ഒരു 500 ആഗ്രഹിച്ചാണെങ്കിൽ ദൈവം സമൃദ്ധിയായി എന്നെ നടത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷയിൽ വന്ന് ഇന്ന് വരെ എന്റെ കുടുംബം പട്ടിണി കിടക്കുവാൻ ഇടയായി തീർന്നിട്ടില്ല. ഇന്ന് ഒരുപാട് ഇത്ര ദിവസം 3 വർഷക്കാലം ഞങ്ങൾ ആരുടെ കീഴിലും വർക്ക് ചെയ്തിട്ടില്ല. കർത്താവിന്റെ കൃപയാൽ കർത്താവ് തരുന്ന ആഹാരമാണ്. ദൈവം സമൃദ്ധിയായി തന്നെ നടത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇത് എത്ര പേർക്ക് പ്രയോജനപ്പെടുന്ന അറിയില്ല. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാൾ ലജ്ജിച്ചു പോകുവാൻ ഒന്നാലും ദൈവം ഇടവരുത്തുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവം പറഞ്ഞു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും എന്ന് പറയുന്ന വചനം തന്നെ ദൈവത്തോട് പറ്റിയിരിക്കുന്ന കാലഘട്ടം വരെ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ആപത്ത് വന്നിട്ടില്ല. കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഞങ്ങൾ പ്രസ്ഥാനത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്നു. ഡിവൈൻ ലവ് ഇൻ നേഷൻ മിനിസ്ട്രി എന്നൊരു പ്രസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. 2 മാസമായി. ദേവദാസൻ റിജി ജോൺ പാസ്റ്റർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് ദൈവം മുഖാന്തരമാണ്, പാസ്റ്റർ മുഖാന്തരം ദൈവം വഴിയൊരുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തന്റെ ഭക്തനായ ഏലിയാവിന് ദൈവം കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു മുഖാന്തരം ദൈവം പോഷിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിഷയത്തിൽ വലിയ പ്രയോജനമാണ്. പിന്നെ അപസ്ഥാനത്തെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുക. പിന്നെന്താ, എങ്ങനെയാണ് ഞങ്ങളുടെ സാക്ഷി ഇനിയും ഒരുപാട് കാര്യങ്ങളെ ആഡ് ചെയ്യുവാനുണ്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പുതിയൊരു അനുഭവം ആയതുകൊണ്ട് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ പുറകിൽ എന്താണ് സാക്ഷ്യം. ഒരുപാട് ദേവദാസന്മാരുടെ, ഞാൻ ഈ ആസാദി ചാനലിൽ ദേവദാസനെയും ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. വചനം ഞാൻ ഈ പറയുന്ന സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് അന്ന് ദേവദാസനെ വിളിക്കുമ്പോ അസാദി ഞാൻ എടുത്തു നോക്കുമ്പോ ഇത് ചാനലിന്റെ അടിച്ചു നോക്കി, അപ്പോൾ ആ ദേവദാസനെ കാണുന്നത്. ഇത് ഞാൻ എത്രയോ വട്ടം ഇതിൽ കൂടി സാക്ഷ്യങ്ങളൊക്കെ കേട്ടതാ. പക്ഷെ ഇന്ന് അതിന് ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് അനുവദിച്ചത് നല്ല സമയത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ അസാധിച്ചാലും നന്ദി പറയുന്നു. പിന്നെയും പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് പറയാൻ സമയമുണ്ടാകില്ല. അത്രമാത്രം ദൈവം എന്റെ ജീവിതത്തിൽ നന്മ ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന് എത്ര പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഒരുപാട് ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, വീട്ടുകാരുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തമാണ്. എന്റെ കുടുംബത്തിന് ഒരുപാട് വ്യത്യസ്തം. വാക്കുകൾ കൊണ്ട് നോവിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല. എത്ര പ്രയാസത്തിലും ദൈവം ഇന്ന് അവരുടെ നാവ് കൊണ്ട് നമ്മൾ എന്തൊക്കെ മാറ്റിമറിച്ച് അവര് പറഞ്ഞുവോ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവര് ഇവരെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ഇവരുടെ ജീവിതം സന്തോഷമാണെന്ന് പറയാൻ ദൈവം ഞങ്ങളെ വഴിയൊരുക്കിയിട്ടുണ്ട്. അസാദി ചാനലിൽ നിന്ന് ഞാൻ ഒരുപാട് നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ കാണാറുണ്ട്. പക്ഷെ നമുക്കൊരനുഭവം കിട്ടുമ്പോ അതിൽ പറയുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടി, അത് ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞപ്പോ ഇതിലൊരു മെസ്സേജ് ഇങ്ങനെ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോ ഭയങ്കര പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സൂം മീറ്റിംഗ് അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ മുമ്പിൽ വരാൻ താല്പര്യപ്പെടാത്ത ഒരാളാ. എന്ത് പറയണമെന്ന് അറിയില്ല. നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. അതങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാ. ബാഡ് കമന്റ്സ് വരും, നമ്മൾ കുറെ ബാഡ് കമന്റ് ഉണ്ടാവും, അതൊക്കെ കണ്ട് ആകെ തളർന്നു പോകും. ഞാനില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇങ്ങനെ ദേവദാസൻ പറഞ്ഞു, നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവർക്ക് പ്രയോജനമാണെങ്കിൽ നമ്മൾക്ക് ബാഡ് കമന്റ് കിട്ടിക്കോട്ടെ, പക്ഷെ അവര് മാനസാന്തരപ്പെട്ട് രക്ഷപ്പെട്ടാല് വലിയ സന്തോഷം നമുക്ക് ദൈവം അതിനൊരു പ്രതിഫലത്തെ നമുക്ക് തരും. അതുകൊണ്ട് നീ തീർച്ചയായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ മുമ്പിലേക്ക് വന്നത്. പിന്നെ ദേവദാസിന് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. സഹായിക്കട്ടെ സിസ്റ്റർ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് പറഞ്ഞത്. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ കുടുംബമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും നിങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലവും സാഹചര്യവും നിങ്ങൾ ചെയ്യുന്ന ജോലി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് രക്ഷിക്കപ്പെട്ടാലും കർത്താവിനെ അറിഞ്ഞാലും അതിൽ നിന്നൊക്കെ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ വലിയ വെല്ലുവിളി അല്ലേ? തീർച്ചയായിട്ടും ഇന്നും അങ്ങനെയാണ് പലവരും ഉള്ളത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എടുത്തുചാടി എല്ലാവരും യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോ ദൈവമാണ്, ഇത്ര വലിയ ദൈവം ഇല്ല, നമ്മൾ കാണുന്നതൊക്കെ വിഗ്രഹങ്ങളാണ്, സത്യദൈവം അല്ലെന്നൊക്കെ അറിഞ്ഞു വരുന്നവരാണ്. പക്ഷെ വന്നതിന് ശേഷം അവരെ പിടിച്ചു നിർത്തുന്നത് എന്ന് പറയുന്നത് വലിയ ടാസ്കാ.
ഇന്ന് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഞാനിത് എടുത്തു പറയേണ്ട കാരണം, നമ്മള് കമ്മ്യൂണിറ്റിയിൽ വരുവാണെങ്കിൽ അവരെ പിടിച്ചു നിർത്തുന്നത് പറയുന്നത് വലിയ കാര്യമാണ്. കൾച്ചർ എന്ന് വെച്ചാല് മലയാളീസിന്റെ കൾച്ചർ അല്ല നമുക്കുള്ളത്. അതുപോലെ തമിഴ്നാട്ടുകാരുടെ കൾച്ചർ അല്ല, നമുക്കൊരു കൾച്ചർ ഉണ്ട്, അതിൽ തന്നെ പോകുള്ളൂ. പക്ഷെ എത്ര പറഞ്ഞു കൊടുത്താലും, എത്ര നിങ്ങൾ അവർ ആഴത്തിൽ അവരുടെ ഹൃദയത്തിൽ ഇറക്കിയാൽ ഒരു നിമിഷം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പ്രാർത്ഥന ആലയം അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ ലോകമാണ്, ലോകപ്രകാരമുള്ള കാര്യങ്ങളാണ് സംഭവിക്കാറ് സിസ്റ്റർ. നിങ്ങളും വിശ്വാസത്തിൽ വരുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു നിങ്ങൾ അങ്ങനെ രണ്ടുപേരും. തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്നാനപ്പെട്ടു, പക്ഷെ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടില്ല. അത് ഈ ഒരു സാഹചര്യമാണ്. ഞാനും ഇതുപോലെ തന്നെയാണ്. സ്നാനപ്പെട്ടതാണെങ്കിലും അതെല്ലാവരും ഫോഴ്സ് ചെയ്തിട്ടാണ്. പക്ഷെ യഥാർത്ഥമായ ഒരു അനുഭവം ദൈവമാണ്. ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ കഷ്ടത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് എന്റെ ഒറ്റൊരു ആശ്രയം, ദൈവവചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഞാൻ എന്റെ ആശ്രയം യഹോവയിൽ വെച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞ എല്ലാ ക്രൂരമായ പീഡനത്തിൽ നിന്നെല്ലാം വിടുവിച്ചത് എന്റെ ദൈവമാണ്. ഇന്ന് ഞാൻ എന്റെ കുടുംബം സന്തോഷം എന്ന് പറയുമ്പോൾ എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. അത്രമാത്രം എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും എന്റെ കുടുംബത്തെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു ഭർത്താവിനെ തന്നെ ദൈവം തന്നിട്ടുണ്ട്. പ്രത്യേക സാഹചര്യങ്ങൾ കടന്നു പോകുന്നത് ചില കാര്യങ്ങൾ ദൈവം ഞങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് ഒരു പദ്ധതി എന്റെ മേൽ ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നടന്നതെന്ന് ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പഠനത്തോടെ എനിക്ക് ഭയങ്കര താല്പര്യം എന്ന് പറഞ്ഞല്ലോ. ഒരു പക്ഷേ ഞാൻ ആ രീതിയിൽ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വ്യക്തിയെ എന്റെ ജീവിത പങ്കാളിയെ ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടാവില്ല. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഒരു ലെവലിലേ നോക്കുള്ളൂ. പക്ഷെ ആ ലെവല് എത്ര വലിയ പാപത്തിലേക്കാണ് എന്നെ നയിച്ചിട്ടുണ്ടാവാ. തീർച്ചയായിട്ടും എനിക്ക് നല്ലൊരു ബോധ്യമുണ്ട്. ഞാൻ ഭയങ്കര മേക്കപ്പിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര ലോകപരമായി ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോ ഞാൻ നല്ല വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നാശത്തിലേക്ക് തന്നെ പോയിട്ടുണ്ടാവുള്ളൂ. എന്റെ മരണം നാശമായ വഴിയിലായിട്ടുണ്ടാകാം. എന്നാൽ ദൈവം ഇങ്ങനൊരു എന്നെ കഷ്ടപ്പാടിൽ കൂടി കണ്ടുപോയത് ഈ ഒരു നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ ചിന്തിച്ച് സന്തോഷിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ്. ദൈവകൃപയില് കുടുംബമായി ശുശ്രൂഷയിലായിരിക്കുന്നു. ദൈവം ഞങ്ങൾ ഇതുപോലെ നടത്തി വരുന്നുണ്ട്. സിസ്റ്ററെ, പിന്നെ അന്ന് പാസ്റ്റർ വന്നപ്പം കുല ഭാഷയിലൊരു പാട്ട് പാടിയായിരുന്നു. സിസ്റ്റർ കുലഭാഷയിൽ 2 വചനം പറയാമോ, 2 വാക്യങ്ങൾ പറയാമോ? കുലഭാഷയിൽ പറയുന്നതിന് വിഷയമല്ല, ഞാൻ പറയാറുണ്ട്. പറഞ്ഞല്ലോ, ട്രാൻസ്ലേഷൻ വർക്കിലാണ്. പറയുന്നില്ല. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോ അങ്ങനെ ഏതെങ്കിലും ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാക്ക് നേരെ മലയാളത്തിൽ എടുത്തിട്ട് വേണമെങ്കിൽ അക്കുലയിൽ പറയാം. അതെ, അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. മലയാളത്തിൽ നോക്കാം. ഞാന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന് നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് ഞാൻ പറയാം. മിന്നെ വചനം ഇച്ച് വചനോ സാമി കൂടി ഇച്ച് സാമി വചനം സാമ്യ ഇച്ച്. മനസ്സിലാവുന്നുണ്ടോ ഫസ്റ്റ്? ഇങ്ങനെയാണ് വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജ് വരിക. ശരി ശരി, ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ കുടുംബമായി കർത്താവ് ഉപയോഗിക്കട്ടെ. ഒരു കാലത്ത് ഒത്തിരി പാസ്റ്റർ അല്ലേ, അന്ന് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പും ശേഷവും ഒക്കെ ഒത്തിരി അടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി അല്ലേ? പെട്ടെന്ന് ദൈവത്തിലേക്ക് ദൈവസ്നേഹം അങ്ങ് ആകർഷിക്കപ്പെട്ടപ്പോ പെട്ടെന്ന് അതിൽ നല്ല വ്യത്യാസമായി. അതെ, കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ളവരെ കർത്താവ് അനേകരുടെ ഉദ്ധാരണത്തിനും വിടുതലിനും വേണ്ടി കർത്താവ് ഉപയോഗിക്കട്ടെ. 2 മക്കൾ, കുഞ്ഞുങ്ങൾ എന്ത് പ്രായമാ? മൂത്ത മോക്ക് 11 വയസ്സ് ജൂണിലേക്ക്, മോന് 6 വയസ്സ്, ഇപ്പൊ പ്രഗ്നന്റുമാണ്. ശരി, 7-ാം മാസം. ദൈവത്തിന് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്റർ തന്നെ ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചട്ടെ. ഓക്കെ. കർത്താവേ, സ്തോത്രം, നന്ദിയോടെ വാഴ്ത്തുന്നപ്പാ. പരിശുദ്ധനായ ദൈവമേ, കർത്താവെ, നല്ല വൈകിയ വേലയ്ക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അപ്പാ, സാധി ചാനൽ മുഖാന്തരം ഇങ്ങനെ ഒരു കർത്താവെ സാക്ഷ്യത്തിന് അവസരം ഒരുക്കിയതിനായി നന്ദി പറയുന്നു.
ഞങ്ങളെ കാണുന്ന കർത്താവ്, ഞങ്ങളുടെ സാക്ഷ്യങ്ങളെ കേൾക്കുന്ന കർത്താവെ, ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ വലിയ പ്രയോജനമായി തീരട്ടെ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ സ്തോത്രം. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉരുവാക്കുന്നെന്ന് കർത്താവിന്റെ വചനമുണ്ടല്ലോ കർത്താവെ. ഞങ്ങളുടെ സാക്ഷ്യം അനേകർക്ക് പ്രയോജനപ്പെട്ട് രക്ഷയെ കാണുവാൻ, രക്ഷയുടെ മാർഗത്തെ അറിയുവാൻ, യഥാർത്ഥ ദൈവം യേശുവാണ്, അവനല്ലാതെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി കർത്താവ് ദൈവത്തെ സ്വീകരിപ്പാൻ കർത്താവെ സ്തോത്രം. ദൈവമക്കളെയും അതുപോലെ അല്ലാത്തവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവമേ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ സ്തോത്രം സ്തോത്രം. ദൈവം നടത്തുന്ന എല്ലാ കൃപകൾക്കും നന്മകൾക്കുമായി നന്ദി പറയുന്നു. ഈ കാണുന്ന ഓരോരുത്തരുടെ കുടുംബത്തിലും ഇതുപോലെ പല സാക്ഷ്യങ്ങൾ അവർക്ക് ഉണ്ടാകാം കർത്താവെ. അവരിലെ കർത്താവ് എല്ലാവരിലും കർത്താവ് ധന്യമായി നീ അവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറയുവാൻ തന്നെ ഈ അസാധി ചാനലിലായിരിക്കുന്ന ദേവദാസനെ ദാസി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇനി അധികമായി ഉപയോഗിക്കപ്പെടണമേ. ഈ ചാനൽ മുഖാന്തരം അനേകം രക്ഷിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. സ്വർഗത്തിലപ്പ ഞങ്ങളുടെ പ്രാർത്ഥന ആശ്രയം കേട്ട് മറുപടി തന്നെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ അപ്പാ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ, സഹവാസ, കാവൽ എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ അമൃത സിസ്റ്ററുടെ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ ഇന്നു മുതൽ എപ്പോഴും നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ ഒരു പ്രാവശ്യം ഞങ്ങൾ നന്ദി പറയുക. ധാരാളമായി അനുഗ്രഹിക്കട്ടെ, കുടുംബമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സിസ്റ്ററെ. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവം കുടുംബമായിട്ട് പിന്നെ നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും സാക്ഷി അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹം വിടുതലുമാക്കി ദൈവം തീർക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.